വലിയ കൃപയാൽ ഒരു വിശുദ്ധ ദിവസം കൂടി അങ്ങയുടെ സന്നിധിയിൽ വന്ന് അങ്ങേ ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും തക്കവണ്ണം അങ്ങോട്ട് ഭാഗ്യം തന്ന കൃപയ്ക്കായി സ്തോത്രം. പ്രത്യേകാൽ 68ാമത് സഭാവാർഷിക ദിനത്തോട് അനുബന്ധിച്ച് പ്രത്യേകമായി അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും അങ്ങോട്ട് ഞങ്ങൾക്ക് ഈ വർഷം സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. വാർഷിക സ്തോത്ര ആരാധനയിലും അതോടൊപ്പം തന്നെ സ്ത്രീകളുടെ ശുശ്രൂഷ പങ്കുചേരുവാനായി കടന്നു വന്നിരിക്കുന്ന അവിടുത്തെ മക്കളെല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. അനുഗ്രഹിക്കണമേ, അങ്ങയുടെ ദിവ്യമായ സാന്നിധ്യത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ സാന്നിധ്യത്താൽ ഞങ്ങൾ ലഭ്യമാകുന്ന ആ വലിയ സന്തോഷവും സമാധാനത്തോടെ ഹൃദയത്തിൽ സന്തോഷമുള്ളവരായി സമാധാനമുള്ളവരായി ഭവനങ്ങളിലേക്ക് മടങ്ങി പോകുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണം. അല്പസമയം അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം ധ്യാനിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. അതിനും പറയുന്ന ബലഹീനനായ അടിയനെയും കേൾക്കുന്ന അവിടുത്തെ മക്കൾ ഒരുപോലെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അടി പറയുന്നപ്പുറം അതിൻ്റെ ആഴങ്ങളെയും അർത്ഥങ്ങളെയും ഉൾക്കൊള്ളുവാൻ മനസ്സിലാക്കുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ അങ്ങ് സഹായിക്കണം. മഹത്വം മാത്രം എടുക്കണമേ. യേശുനാഥിൽ പ്രാർത്ഥിക്കുന്നത് അവിടെ കേൾക്കണമേ. ആമേൻ. എല്ലാവർക്കും ഇരിക്കുക. വളരെ വളരെ സന്തോഷമുണ്ട് ഇന്ന് നമുക്ക് ഒരുമിച്ച് ഇവിടെ ദൈവ ആരാധനയ്ക്കായിട്ട് ദൈവസന്നിധിയിൽ ആയിരിക്കുന്നതിൽ. ഈ ശുശ്രൂഷയെക്കുറിച്ച് വളരെ നേരത്തെ എന്നോട് പറയുകയും എന്നെ ക്ഷണിക്കുകയും ഞങ്ങളെ കുടുംബമായിട്ട് ക്ഷണിക്കുകയും ചെയ്ത അത്രയും സ്നേഹമുള്ള നമ്മുടെ വികാരി അച്ഛൻ ബിനോയ് അച്ഛൻ, സഭയുടെ ഭരണസമിതി അംഗങ്ങൾ, പ്രത്യേകിച്ച് പ്രിയ കൈകാരൻ, മറ്റ് സഭാ കമ്മിറ്റി അംഗങ്ങൾ, സെക്രട്ടറി, കപ്പിയാരച്ചൻ, സഭാമക്കൾ എല്ലാവരോടുള്ള ഞങ്ങളുടെ കുടുംബമായിട്ടുള്ള ഹൃദയം നിറഞ്ഞ നന്ദി സ്നേഹ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. സ്നേഹമുള്ള പി വി ചാക്കച്ചനോട് ചേർന്ന്, വളരെ സ്നേഹമുള്ള പ്രസാദച്ചനോട് ചേർന്ന് ഈ ശുശ്രൂഷയിൽ നിൽപ്പാൻ ദൈവം ഇടയാക്കിയതിൽ ദൈവത്തിന് വീണ്ടും നന്ദി കരയട്ടെ. കട്ടപ്പന ഇടവകയിൽ വരുന്നത് വളരെ സന്തോഷമാണ്. അത് ഞാൻ വീണ്ടും ഞങ്ങൾ എടുത്ത് പറയട്ടെ. നിങ്ങൾക്ക് കുടുംബമായിട്ട് കടന്നു വരുവാൻ സാധിച്ചു. എനിക്കും മോൻ വന്നില്ല. പ്രത്യേകിച്ച് നന്ദി അറിയിക്കട്ടെ. അരമണിക്കൂർ ലേറ്റായിട്ടാണ് വണ്ടി ഓടുന്നത്. അതുകൊണ്ട് നിങ്ങളത് വളരെ കാത്തിരുന്നു. അതിൽ സന്തോഷമുണ്ട്. സാധാരണ ഒരു ചൊല്ലുണ്ട്, ഇച്ചിരി താമസം തുടങ്ങിയാൽ ഓട്ടത്തിൽ പിടിക്കാം. ഓട്ടത്തിൽ ഇന്ന് അത്ര പിടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അച്ഛൻ 2 ദിവസമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് വളരെ ദീർഘമായിട്ടുള്ളൊരു സർവീസാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു മുൻകൂർ ജാമ്യം എടുത്തതുകൊണ്ട് ആ കാര്യത്തിലും എനിക്ക് സന്തോഷമുണ്ട്. പ്രിയപ്പെട്ട പ്രസാദച്ചൻ്റെ മഹാടവയിൽ ഒരു 7 മാസക്കാലം ശുശ്രൂഷ ചെയ്യാനായിട്ട് എനിക്ക് ഇടയായി തീർന്നത് വളരെ അനുഗ്രഹമായി ഞാൻ കരുതുന്നു. അച്ഛൻ സൗത്ത് കേരള മഹാടയിലെ മിഷൻ പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായി പങ്കെടുക്കുന്ന, നേതൃത്വം നൽകുന്ന ഒരു അച്ഛനാണ്. എനിക്ക് തോന്നുന്നു CSIയിലെ മഹാടകളിൽ ഏറ്റവും കൂടുതൽ മിഷൻ ഫയലുകളുള്ള ഒരു മഹാടയാണ് സൗത്ത് കേരള മഹാടം. ഏതാണ്ട് 750ഓളം മിഷൻ ഫയലുകളുണ്ടെന്നാണ് എൻ്റെ അറിവ്. 750 മിഷൻ ഫയൽ. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ തന്നെ മിഷണറിമാരുണ്ട്, പ്രസ്ഥാനങ്ങളുണ്ട്, സഭകളുണ്ട്. അവിടെയെല്ലാം മിഷണറിമാരും ഉണ്ട്, അച്ഛന്മാർ പ്രവർത്തിക്കുന്നുണ്ട്. അച്ഛൻ ഇപ്പോൾ സേലം കേന്ദ്രമാക്കി അവിടെ പ്രവർത്തിക്കുന്നു. 3-4 സ്റ്റേറ്റിൻ്റെ ചുമതലയും കൂടെ അച്ഛന് ഉണ്ട്. പ്രത്യേകിച്ച് അച്ഛൻ കൺവെൻഷൻ യോഗങ്ങളൊക്കെ ആയിട്ട് ഇവിടെ വന്നു. ഇന്ന് ചാപ്ലനായിട്ടും കൂടെ അച്ഛൻ എന്നെ സഹായിക്കുന്നു. അതിലൊക്കെ എനിക്ക് വളരെ സന്തോഷമുണ്ട്. 30-ാം തീയതി അച്ഛൻ്റെ മഹാടയിൽ നമ്മൾ വിട പറഞ്ഞിരിക്കുകയാണ്. അതൊരു വളരെ നല്ലൊരു എക്സ്പീരിയൻസായിട്ട് ഞാൻ കാണുന്നു. കാരണം നമ്മുടെ മഹാടയിലെ ഡയസുകളിൽ ഏറ്റവും കൂടുതൽ വിശ്വാസികളുള്ള ഒരു മഹാടയും കൂടെയാണ് സൗത്ത് കേരള മഹാടം. ഏതാണ്ട് ഔദ്യോഗികമായി 8.5 ലക്ഷവും അനൗദ്യോഗികമായി 12.5 ലക്ഷവും ആളുണ്ടെന്നാണ് അംഗങ്ങൾ ഉള്ള ഒരു മഹാടയാണ്. ഒറ്റ മഹാടയാണ് സൗത്ത് കേരള മഹാടം. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയും ഞാൻ ഈ സമയത്ത് ആവശ്യപ്പെടുന്നു. കൊല്ലം കൊട്ടാരക്കര മഹാടയുടെ ഒരു ചുമതല വീണ്ടും കഴിഞ്ഞ 1-ാം തീയതി മുതൽ ലഭിക്കുകയുണ്ടായി. നിങ്ങളെ സൗത്ത് കേരള മഹാടയെ ഓർത്തും അതുപോലെ കൊല്ലം കൊട്ടാരക്കര മഹാടയെ ഓർത്തും CSS ആഗമനമായി ഓർത്തും പ്രാർത്ഥിക്കണമേ എന്ന് ഓർപ്പിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനകൾക്കും പ്രത്യേകമായി നന്ദി പറയുന്നു. ഡയസിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾക്കും അതുപോലെ തന്നെ നിങ്ങളെ കുടുംബമായിട്ട് ഓർത്ത് പ്രാർത്ഥിച്ചെങ്കിലും പ്രത്യേകമായി നന്ദി അറിയിക്കുകയും ചെയ്തു. ഇന്ന് നമ്മുടെ ഈ ഇടവകയിൽ നിന്ന് വളകരമേട്ടിലെ പ്രിയ സജി വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഇത്തവണ നമ്മൾ പാർട്ട് ടൈം മിനിസ്ട്രിയിലേക്ക് എടുത്തിട്ടുണ്ട്. അങ്ങനെ ശുശ്രൂഷയിൽ നമ്മുടെ ഈ ഇടവകയിൽ നിന്ന് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നതിലും അതിയായ സന്തോഷമുണ്ട്. മറ്റ് നമ്മുടെ സഭയിൽ നിന്നെല്ലാ കർത്താവിൻ്റെ വേലക്കാരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. മിഷൻ പ്രവർത്തനങ്ങൾക്ക് ഒരു കാലത്ത് വളരെ ശക്തമായ നേതൃത്വം നൽകുവാൻ, ഇറങ്ങിപ്പുറപ്പെടുവാൻ ഈ
ഇടയായി തീർന്നിട്ടുണ്ട്. വാർഷിക ദിനത്തിൽ അത് നമ്മൾ ഓർക്കുന്നത് വളരെ നല്ലതാണ്. ഇന്ന് നമുക്ക് ഒരുപക്ഷെ അങ്ങനെ പോകാൻ താല്പര്യമില്ലാഞ്ഞിട്ടില്ലായിരിക്കും, പക്ഷേ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നതായിരിക്കും ശരി. ഇന്നിവിടെ പ്രായമുള്ള ആൾക്കാരെ കാണുന്നവരെല്ലാവരും ഒരു കാലത്ത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുവാനും പരസ്യ യോഗങ്ങൾക്ക് നേതൃത്വം നൽകുവാനും മറ്റ് കൺവെൻഷൻ യോഗങ്ങൾക്ക് നേതൃത്വം നൽകുവാനും ദൈവം അവരെ എടുത്ത് ഉപയോഗിച്ച് ഞാൻ ഓർക്കുന്നു. അല്ലെങ്കിൽ പറഞ്ഞുള്ള അറിവ് എനിക്ക് വളരെ ഉണ്ട്. ഇവിടുത്തെ ഒരു പട്ടക്കാരൻ ആയിരുന്നുള്ള നിലയിൽ ആ കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതിൻ്റെ അനന്തരഫലമായി ലഭിച്ച അനുഗ്രഹങ്ങളാണ് നമ്മൾ ഈ കാണുന്നതെല്ലാം എന്ന് പറയാതിരിക്കാനായിട്ട് തരമില്ല. 68 വർഷം മുമ്പ് നമ്മുടെ സഭ ഏത് രീതിയിലായിരുന്നു, ഈ കട്ടപ്പന ടൗൺ എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ ഓർക്കുക. ഇപ്പോൾ നമുക്ക് എന്തുമാത്രം ഉയർച്ച വന്നു എന്ന് നോക്കുക. ടൗണിന് എന്തുമാത്രം വ്യത്യാസം വന്നു ഓർക്കുക. ചുറ്റുപാടുകൾക്ക് എന്തുമാത്രം വ്യത്യാസം വന്നു ഓർക്കുക. ദൈവത്തിന് നമ്മൾ നന്ദി കരയറ്റുമ്പോൾ അതെല്ലാം ഓർത്ത് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ദൈവത്തിന് സ്തുതി കരയറ്റാനായി. 60 വർഷം മുമ്പ് നമ്മുടെ കട്ടപ്പന എന്ന് പറയുന്നത് അല്ലെങ്കിൽ ടൗൺ എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം, പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയുടെ ആ ചെറിയ മൈതാനമാണെന്നത്തെ ബസ് സ്റ്റാൻഡ് ഒരു പക്ഷേ ഓർക്കുന്നതായിരിക്കും. പുല്ലുമേഞ്ഞ കെട്ടിടങ്ങളാണ് അവിടെ ഉള്ളത്. പഴയ മോഡൽ 1-2 ബസ്സുകൾ അവിടെ ഉണ്ട്. അതൊക്കെയാണ് നമ്മുടെ ബസ് സ്റ്റാൻഡ്. ഒരു കാലത്ത് ഇവിടെ കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് ചുറ്റുപാടിലെ ഫലഭൂഷണമായിട്ടുള്ള ഏരിയയിലേക്ക് പോയി ആൾക്കാർ ഇവിടെ ഉപേക്ഷിക്കപ്പെട്ട ഒരു സ്ഥലമായിരുന്നു നമ്മുടെ ഈ കുന്നും പ്രദേശങ്ങൾ എല്ലാം. പക്ഷേ ഇപ്പോൾ നമുക്കതിൻ്റെ ചിത്രം നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. ഇന്ന് ഇതിടെ ഒരടി ഭൂമിക്ക് എന്തുമാത്രം വിലയുണ്ടെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പോൾ നമ്മൾ ദൈവത്തിന് നന്ദി കരയറ്റുമ്പോൾ അതെല്ലാം ഓർത്ത് വേണം എന്ത് ചെയ്യാൻ, ദൈവത്തിന് നന്ദി കരയറ്റാൻ. ഞാൻ അത് പറഞ്ഞത് ദൈവത്തെ സ്തുതിക്കാൻ വെറുതെ നമുക്ക് സ്തുതി എന്ന് പറയാൻ പറ്റത്തില്ല. എന്ത് ചെയ്യണം, ഒരു കാര്യം പറഞ്ഞിട്ട് അതിനു വേണ്ടിയാണ് സ്തുതിക്കേണ്ടത്. സ്തുതി ഗീതങ്ങൾ എല്ലാം, സ്തോത്ര ഗീതങ്ങളെല്ലാം നമ്മൾ തിരുവചനം നോക്കിയാൽ ഏതെങ്കിലും ഒരു സംഭവം പറഞ്ഞിട്ടാണ് അതിൽ നിന്നുള്ള വിടുതലോ അതിന്മേലുള്ള വിജയമോ അതിൽ ദൈവം വഴി നടത്തിയ വിധങ്ങളെ ഓർത്താണ് സ്തുതിഗീതങ്ങൾ ഉണ്ടായിരിക്കുന്നത്, സ്തോത്രഗീതങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ദൈവം നല്ലവൻ എന്ന് പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പം ഇതെല്ലാം ഓർത്ത് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ദൈവത്തെ സ്തുതിക്കാനും മഹത്വപ്പെടുത്തുവാനും. ആ കൂട്ടത്തിൽ നമ്മുടെ അന്ന് ഇവിടെ ഉണ്ടായിരുന്ന നമ്മുടെ സഭ ആദ്യകാല പിതാക്കന്മാർ, നമ്മുടെ മാതാക്കൾ, അവരുടെ ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങൾ, വിശ്വാസത്തിലൂടെ നിൽപ്പ്, അവർ കാണിച്ച വിശ്വാസ തീക്ഷ്ണത, അതെല്ലാം ഓർത്ത് നമ്മൾ എന്ത് ചെയ്യണം, ദൈവത്തെ സ്തുതിക്കണം, മഹത്വപ്പെടുത്തണം. സൗത്ത് കേരളമാടിൽ ഒരു രീതിയുണ്ട്. സഭാദിനമെന്നാണ് പറയുന്നത്. നമ്മളെ പ്രതിഷ്ഠാദിനത്തിന് സഭാദിനമെന്നാണ് പറയുന്നത്. സഭാദിനത്തിൽ സാധാരണഗതിയിൽ ഒരു 5-5.5 മണിക്കൂറാണ് സർവീസ് പോകുന്നത്. ചില സമയത്തൊക്കെ നമ്മളിവിടെ ഈ സർവീസാണ് സാധാരണ കൂടുതലായിട്ട് സമയം എടുക്കുന്നത്. സൗത്ത് കേരളയിൽ സഭാദിനം എന്ന് പറയുന്നത് വളരെ ദീർഘമായ സർവീസാണ് സാധാരണഗതി. അവിടെ അവരൊരു ചരിത്രം എഴുതി വായിക്കും. എന്നാണ് പള്ളി അവിടെ ഉണ്ടായത്, അത് തൊട്ട് എന്തുവരെയുള്ള ചരിത്രം എഴുതി റിപ്പോർട്ട് വായിക്കും. ചുരുക്കമായിട്ട് റിപ്പോർട്ടാണ്. അത് പുത്തൻ തലമുറയ്ക്ക് എങ്ങനെയായിരുന്നു സഭ ഉണ്ടായത് എന്നുള്ളതിനെക്കുറിച്ച് അറിയാൻ, അതോർത്ത് ദൈവത്തെ സ്തുതിക്കാൻ, മഹത്വപ്പെടുത്തുവാൻ ഇടയാകുന്ന വളരെ നല്ലൊരു പോസിറ്റീവായിട്ടൊരു രീതിയാണ്. നമുക്കും വാർഷിക റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. എങ്കിലും നമ്മളങ്ങനെ ചരിത്രം പറയാറുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാറില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ട് ചരിത്ര പുസ്തകം ഇന്നിവിടെ നമ്മൾ വിശദം ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ഒരു നാഴികക്കല്ലാണ് നമ്മുടെ സഭയെ സംബന്ധിച്ച് എന്നുള്ളത് പറയാതിരിക്കാൻ തരമില്ല. അതിലും ഞാൻ പ്രത്യേകിച്ച് നിങ്ങളെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. ഇന്ന് നമ്മൾ പാഠമായിട്ട് വായിച്ച വേദഭാഗവും പിന്നെ സ്ഥിരീകരണ കുട്ടികളെ നിങ്ങളുടെ അടുത്തേക്കാണ് ഇന്നത്തെ ദിവസം നിങ്ങളാണ് അതിനകത്തെ പ്രധാന ആൾക്കാർ. എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങളോടാണ്, നിങ്ങൾക്ക് പറയാനുള്ളത് എന്നോടാണ്. അതാണ് ഇന്നത്തെ ഒരു പ്രധാന ഒരു പ്രത്യേകത. ഈ 68ാമത് വാർഷികം കൂടെ കൊണ്ടാടുന്നതുകൊണ്ട് വായിച്ച വേദഭാഗത്തെ ആസ്പദമാക്കി ഏതാനും കാര്യങ്ങളൂടെ പറഞ്ഞ് അതിനെ അവസാനിപ്പിക്കാം എന്ന് കരുതുകയും ചെയ്യും. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 8-ാം അധ്യായമാകുന്നു നമ്മൾ ഇന്ന് പാഠമായിട്ട് വായിച്ച് 22 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ തുറന്നു വരുമ്പോൾ അതിൻ്റെ 66-ാം വാക്യത്തിൽ, രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 8-ാം അധ്യായം 66-ാം വാക്യത്തിൽ നമുക്കെല്ലാവർക്കും പരിചയമുള്ളതും ഞാൻ തന്നെ പലപ്പോഴും എടുത്തു പറഞ്ഞിട്ടുള്ള വാക്യമാണ്. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യം ഇപ്രകാരമാണ് അത് പറഞ്ഞിരിക്കുന്നത്. 8-ാം ദിവസം അവൻ ജനത്തെ വിട്ടയച്ചു. അവർ രാജാവിനെ അഭിനന്ദിച്ചു. യഹോവ തൻ്റെ ദാസനായ ദാവീദിന് തൻ്റെ ജനമായ ഇസ്രായേലിനും ചെയ്ത എല്ലാ നന്മയെയും കുറിച്ച് സന്തോഷവും ആനന്ദമുള്ളവരായി തങ്ങളുടെ കൂടാരങ്ങളിലേക്ക് പോയി. യെരുശലേം ദേവാലയത്തിൻ്റെ പ്രതിഷ്ഠയെക്കുറിച്ചാണ് ഇവിടുത്തെ രേഖപ്പെടുത്തൽ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ വിവരിച്ചിരിക്കുന്നത്. യാഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. സ്തുതി സ്തോത്ര യാഗങ്ങൾ അവരെ അർപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും. അതിന് യാഗ വസ്തുക്കളെക്കുറിച്ച് പറയുന്നുണ്ട്. 20,000 കാളയെയും 1,20,000 ആടിനെയും സലോമോൻ തന്നെ യാഗം കഴിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതെല്ലാം ഓരോ യാഗങ്ങളും സ്തുതി സ്തോത്രത്തിൻ്റെ ഭാഗമാണ്, സ്തോത്രയാഗങ്ങൾ ആയിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാരെല്ലാം കൂടി എത്രമാത്രം യാഗം കഴിച്ചു എന്ന് ചിന്തിക്കാം.
അങ്ങനെ പറയുമ്പോഴാണ് യാഗങ്ങളെല്ലാം കഴിച്ച് തീരണെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ ദിവസങ്ങൾ വേണ്ടി വരും. ആദ്യത്തെ ഒരു 7 ദിവസവും പിന്നെ ഒരു 7 ദിവസവും അങ്ങനെ 14 ദിവസം ഉത്സവം ആചരിച്ചു എന്നും പ്രതിഷ്ഠോത്സവം അങ്ങനെ ആചരിച്ചു എന്നും 15-ാം ദിവസം അവരെ വിട്ടയച്ചു എന്നും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 15-ാം ദിവസം അവർ പോകുമ്പോൾ ഉള്ള അവരുടെ ആ ഒരു ആ പോയ ആൾക്കാരുടെ മുഖത്ത് കണ്ട ഒരു ഹൃദയത്തിലുണ്ടായിരുന്നൊരു കാര്യമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ നന്മയും കുറിച്ച് സന്തോഷവും ആനന്ദവുമുള്ളവരായി കൂടാരങ്ങളിലേക്ക് പോയി. പ്രതിഷ്ഠാദിന പെരുന്നാളിൽ പ്രതിഷ്ഠാ ശുശ്രൂഷയിൽ പങ്കെടുത്തതിന് ശേഷം ജനങ്ങൾ തിരിച്ചു പോയപ്പോൾ അവർക്ക് വലിയ സന്തോഷവും ഹൃദയത്തിൽ ആനന്ദവും ഉണ്ടായിരുന്നു. അതൊരു പെരുന്നാളിൻ്റെ ഒരു മുഖമുദ്രയാണ്. നമ്മൾ മറന്നുപോയത് പെരുന്നാളിൻ്റെ മുഖമുദ്രയാണ്. പെരുന്നാൾ കഴിഞ്ഞ് ആരാധന കഴിഞ്ഞ് ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തിയതിനു ശേഷം തിരികെ പോകുന്ന വ്യക്തികളിൽ അവർക്ക് എന്തുണ്ട്? സന്തോഷമുണ്ട്, പിന്നെ എന്തുണ്ട്? ആനന്ദമുണ്ട്. ഹൃദയത്തിൽ ആനന്ദമുണ്ട്, ഭയങ്കര സന്തോഷം അവരുടെ മുഖത്തുണ്ട്. അതെല്ലാ പെരുന്നാളിൻ്റെയും മുഖമുദ്രയാണ്. 68ാമത് പെരുന്നാൾ നമ്മളിവിടെ കൊണ്ടാകുന്ന മറ്റു മാധ്യമേളങ്ങളൊന്നും ഇല്ല എങ്കിലും പെരുന്നാളെന്നാണ് പറയുന്നത്. ഇത് പ്രത്യേകമായൊരു വാർഷികമാണ് അല്ലേ? വാർഷികം കഴിഞ്ഞ് പോകുമ്പോൾ എന്ത് തോന്നണം? നമ്മളെ കാണുമ്പോൾ എന്നാ തോന്നണം? നമ്മുടെ മുഖത്ത് എന്തുണ്ടായിരിക്കണം? കേട്ടില്ല? ഈ വണ്ടിയൊക്കെ പോകുന്നതിനും കേൾക്കത്തില്ല. സന്തോഷം ഉണ്ടായിരിക്കും. പിന്നെ എന്തുണ്ടായിരിക്കണം? ആനന്ദം അറിയല്ലേ? ഹൃദയത്തിൽ ആനന്ദമുണ്ടായിരിക്കണം. അത് പ്രതിഫലിക്കുന്ന മുഖത്താണ് സന്തോഷം ഉണ്ടായിരിക്കണം അല്ലേ? ഒന്ന് നിങ്ങളുടെ വന്ന മുഖം ഒന്ന് ഓർക്കുക. തിരിച്ചു പോകുമ്പോൾ നിങ്ങളുടെ മുഖം എങ്ങനെയാണെന്ന് ഓർത്ത് വിടുക. പെരുന്നാൾ കഴിഞ്ഞ് പോകുന്നതാണെങ്കിൽ അത് കാണുമ്പോൾ ആൾക്കാർക്ക് അറിയാം ഇവരെങ്ങോട്ട് പോയതാ. പള്ളിയിൽ പെരുന്നാൾ കൂടിയിട്ട് പോകുന്നതാണ്, ആഘോഷമായിട്ട് പോകുന്നതാണ്. ഇന്നലെ രാത്രി ഞാൻ പോകുന്നപ്പം ഒരു പള്ളിയിലെ 2 പള്ളിയിലെ പെരുന്നാളാണ്. ഒരു പള്ളിയിലെ പെരുന്നാൾ റാസ അങ്ങോട്ട് പോകുന്നു, ഒരു പള്ളിയിലെ പെരുന്നാളിൻ്റെ റാസ ഇങ്ങോട്ട് പോകുന്നു. അങ്ങനെയാണെങ്കിലും 1 മണിക്കൂർ 15 മിനിറ്റ് എന്ത് ചെയ്തു, ഞങ്ങൾ അവിടെ പെട്ടുപോയി രാത്രി. ഭയങ്കര ആഘോഷമാണ്, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റും, അത്ര ആഘോഷമാണ്. ജനങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു, ഈ ആഘോഷത്തിൽ പങ്കുചേരുകയാണ്. പെരുന്നാൾ ഉത്സവമാണ്. മേളങ്ങൾ ഉള്ള ഉത്സവമുണ്ട്, മേളങ്ങൾ ഇല്ലാത്ത ഉത്സവങ്ങളും ഉണ്ട്. എല്ലാം ഉത്സവം തന്നെയല്ലേ? കണ്ടാൽ തന്നെ നമുക്കറിയാം ഉത്സവങ്ങളാണ്, പാട്ടുകളാണ്, ആരാധന ഗീതങ്ങളാണ് അവിടെ മുഴങ്ങുന്നത്. വലിയ സന്തോഷമാണ്. അത് പെരുന്നാളിൻ്റെ മറ്റൊരു വശമാണ്. ഇതും അതുതന്നെയാണ്, ഒരു വാർഷികമാണ്. കഴിഞ്ഞു പോകുമ്പം എന്തുണ്ടായിരിക്കണം? മുഖത്തൊരു സന്തോഷമുണ്ടായിരിക്കണം, ഒരു സമാധാനത്തിൽ പോകണം അല്ലേ? അതിന് ചില കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. അത് സലോമോൻ്റെ പ്രാർത്ഥനയിൽ അത് നമുക്ക് തെളിവായിട്ട് കാണാം. നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ എന്ത് ചെയ്യുക, സമയം എടുത്ത് വായിക്കുക. 8ഉം 9ഉം അധ്യായങ്ങൾ എന്ത് ചെയ്ത് വെക്കുക, വായിച്ചുകൊള്ളുക. 1 രാജാക്കന്മാർ 8, 9 അധ്യായങ്ങൾ വായിക്കുക. അത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. 9ാം അധ്യായം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പറയട്ടെ. മറ്റൊരു പ്രത്യേകതകളുണ്ട് ഈ ആലയവുമായിട്ട് ബന്ധിപ്പിച്ച് പറയട്ടെ. ഇവിടെ സലോമോൻ പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥന ഇന്നത്തെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കട്ടപ്പന സെൻറ്റ് ജോൺ സീസൈഡ് സഭയിലെ ആൾക്കാർ മാത്രം ഇവിടെ വരുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ കേൾക്കണം എന്നല്ല. പിന്നെയോ ആരെല്ലാം ദൈവസാന്നിധ്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഇവിടെ വരുന്ന പ്രാർത്ഥിക്കുന്നുവോ അവരുടെ എല്ലാം പ്രാർത്ഥന കേൾക്കണമെന്നാണ് സലോമോൻ പ്രാർത്ഥിച്ചതിൻ്റെ ചുരുക്കം. അങ്ങനെയാണ് എൻ്റെ ആലയം സകല ജാതികൾക്കും പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്നുള്ള ആ വചനം നിവൃത്തിയാകുന്നത് എന്ന് മറന്നു പോകാൻ. നമുക്ക് ദൈവം സഹായിച്ച് 3 വാതിലുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആൾക്കാർക്ക് കയറി ഇറങ്ങാൻ പറ്റും നമ്മുടെ ഈ ആലയത്തിലുണ്ട്. അത് പകൽക്കാലങ്ങളിൽ എന്ത് ചെയ്തിരിക്കുന്നു, തുറന്നിട്ടിരിക്കുന്നു. എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം, ആൾക്കാർക്ക് വരാം. സൈസക്കാർ മാത്രമല്ല, ദൈവവിശ്വാസമുള്ള എല്ലാവർക്കും എന്ത് ചെയ്യാം, ദൈവം ഇവിടെ ഉണ്ട്, ദൈവ സാന്നിധ്യമുണ്ടെന്ന് അറിഞ്ഞ് വരുന്ന എല്ലാവർക്കും ഇവിടെ വരാനും പ്രാർത്ഥിക്കാനും സ്വാതന്ത്ര്യം നൽകിയാണ് എന്തിരിക്കുന്നത് ഈ ആലയം നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സഭാ ചുമതലക്കാർ ഇടവക അതിനുവേണ്ടിയുള്ള ക്രമീകരണം ചെയ്തിരിക്കുന്നത്. അതിൽ ഞാൻ പ്രത്യേകിച്ച് കട്ടപ്പന ഇടവകയെ അഭിനന്ദിക്കുന്നു. അതെന്നും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. ആശ്വാസത്തിനായി ദൈവസന്നിധിയിൽ കടന്നു വരുന്ന ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ആശ്വാസം പ്രാപിച്ച് ദൈവിക സാന്നിധ്യം അനുഭവിച്ച് കടന്നു പോകാനിടയായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മളും വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സലോമോൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ട് എന്ന് വിശ്വസിച്ച് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവർ, ഇതിൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവർ, ഈ ആലയത്തിൻ്റെ ദിക്ക് നോക്കി പ്രാർത്ഥിക്കുന്നവർ, അങ്ങനെ എല്ലാ വിഭാഗം ആൾക്കാരെയും പറയുന്നു. അന്യദേശത്ത് പോയാൽ ആലയം ഇങ്ങനെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് ഇസ്ലാം ദേവാലയത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇസ്ലാം ദേവാലയം ഇന്ന ദിക്കാണെന്ന് നോക്കി ആ ദിക്കിലേക്ക് നോക്കി പ്രാർത്ഥിച്ചാലും അതിനും ആ പ്രാർത്ഥനയും കേൾക്കണമെന്നാണ് സലോമോൻ പ്രാർത്ഥിച്ചത്. അതെല്ലാം ചെയ്യും എന്ന് ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണാൻ സാധിക്കും. വേദോസിൽ ധാരാളം ഉദാഹരണങ്ങൾ അതിനുണ്ട്. ഇപ്പം ഇത്ര ദീർഘമായ ആരാധന ആയതുകൊണ്ട് അതിനെക്കുറിച്ച് വിശദമായി ഞാൻ പറയുന്നില്ല, ഇവിടെ സമയം ഇല്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് നമ്മൾ
ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്ന വിശ്വാസത്തോടെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ വരേണ്ടതാണ്. അതായത് ദൈവ ആരാധനയ്ക്ക് വേണ്ടി എവിടെയെല്ലാം സ്ഥലങ്ങൾ വേർതിരിക്കുന്നുവോ അവിടെയെല്ലാം ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യം ഉണ്ട് എന്ന് വചനം അസന്നിഗ്ധമായിട്ട് നമ്മളോട് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ നമ്മൾ വരുമ്പോൾ എന്ത് ഓർമ്മ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം? എന്തുണ്ടായിരിക്കണം? ഇത് ദൈവത്തിൻ്റെ സാന്നിധ്യം ഉള്ള ഇടം എന്ന് ഓർത്തുകൊണ്ട് വേണം വരാൻ. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്നുള്ള ഒരു ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെ വരാവൂ, അങ്ങനെ പടി കടന്ന് എന്ത് ചെയ്യാവുള്ളൂ? ഇങ്ങോട്ട് വരാവുള്ളൂ. അങ്ങനെ എന്ത് ചെയ്യാവുള്ളൂ? ഈ ആലയം ക്രോസ് ചെയ്യാവുള്ളൂ അല്ലേ? നമ്മുടെ സഹോദര സഭകൾ പലരും എന്ത് ചെയ്യും? ഒരു കുരിശുന്തൊട്ടി കടന്നു പോയാൽ അവരെന്ത് ചെയ്യും? അവരെന്തിനെ വണങ്ങും അല്ലേ? പള്ളി കടന്നു പോയാൽ എന്ത് ചെയ്യും? അവർ വണങ്ങും അല്ലേ? ഒരു അച്ഛനെ കണ്ട അവർ വണങ്ങും അല്ലേ? നമുക്ക് അത്ര വലിയ ആ രീതിയിലുള്ള പഠിപ്പില്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല? പള്ളിയല്ല, ഈ പള്ളിയല്ല, കത്തീഡ്രൽ പള്ളിയുടെ മുന്നിൽ കൂടെ പോയാലും നമ്മൾ എന്ത് ചെയ്തില്ല? അതൊക്കെ അവിടെ ഇരിക്കും. അത് നമ്മുടെ അങ്ങനെ ഒരു ഓറിയൻറ്റേഷൻ നമുക്കില്ലാത്തതാണ് അതിൻ്റെ കുഴപ്പം. വലിയ കുഴപ്പമായിട്ട് ഞാനൊന്നും പറയുന്നില്ല. എങ്കിലും പള്ളി വരുമ്പോൾ എന്തുണ്ടാകണം? ദൈവാലയമാകുന്നൊരു ബോധ്യം ഉണ്ടാകണം. ഇല്ലെങ്കിൽ അതുകൊണ്ട് അനുഗ്രഹം എന്ത് ചെയ്തില്ല? നമുക്ക് കിട്ടത്തില്ല. അത് വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്. ദൈവാലയത്തിൽ വരുന്നവൻ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന് ഓർത്ത് വേണം വരാനായിട്ട്. ഈ സഭ മാത്രമല്ല, എല്ലാ സഭക്കാരും ആരാധനയ്ക്ക് വേണ്ടി എവിടെയെല്ലാം ആലയം വേർതിരിക്കുന്നു അവിടെ ദൈവ സാന്നിധ്യം ഉണ്ട് എന്ന് നമ്മൾ അറിഞ്ഞു വേണം വരാൻ. യാക്കോബ് പറയുന്നുണ്ട്. യാക്കോബ് രാത്രിയിൽ കിടന്നുറങ്ങിയില്ലേ? കിടന്നുറങ്ങിയപ്പം സ്വപ്നം കണ്ടു, സ്വർഗത്തോളം എത്തുന്ന ഗോവണി അതിൻ്റെ ചുവടെന്തിരിക്കുന്നു. അദ്ദേഹം കടന്നതിൻ്റെ അടുത്താണ്. അദ്ദേഹം പറയുന്നൊരു പ്രസ്താവനയുണ്ട്. അയ്യോ, ഇത് സ്വർഗത്തിൻ്റെ വാതിലാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ ആലയമാണിത്. അത് ഞാൻ അറിഞ്ഞില്ലെന്നാണ്. അറിഞ്ഞെങ്കിൽ എന്ത് ചെയ്യാനേ? മാറിപ്പോയി കിടന്നതെന്നാണ്. അറിഞ്ഞില്ല, അറിയാതെ വന്ന് സംഭവിച്ചു പോയാ കർത്താവേ. കുരുത്തക്കേട് കാണിച്ചിട്ട് വന്നതാണല്ലോ. അപ്പം അങ്ങനെ പറയുന്നത് അല്ലേ? നമ്മൾ അങ്ങനെ ആരും ദൈവസാന്നിധ്യം ഉണ്ടെന്നുള്ള ബോധ്യത്തോടെ ഇത് ചെയ്യാൻ വരാനായിട്ട് അങ്ങനെ അനുഗ്രഹം പ്രാപിപ്പാൻ നമുക്ക് ദൈവം ഇടയാകട്ടെ. പെരുന്നാളിന് 68ാമത് വാർഷിക ദിനത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കട്ടപ്പന സെൻറ്റ് ജോൺസ് ഇടവകയ്ക്ക് എല്ലാവിധമായ ആശംസകളും ഞാൻ നേരുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുകരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്ഥിരീകരണ കുഞ്ഞുങ്ങളാണ് അടുത്ത ആളുകൾ. ഇന്ന് 18 പേരാണ് എൻ്റെ കയ്യിൽ പേര് തന്നിരിക്കുന്നത്. എനിക്ക് ആദ്യത്തെ ചോദ്യം നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്? ചോദ്യം ചോദിക്കുമ്പോൾ പുറകെ ആരും എന്ത് ചെയ്യരുത്, ഉത്തരം പറയരുത്. ഞാൻ പിള്ളേരോടാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോണം. പേടിക്കൊന്നും വേണ്ട. അച്ഛൻ പറഞ്ഞു വെള്ളമൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ടെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. തലകർക്കോ പ്രവേശം ഉണ്ടായാലൊന്നും പേടിക്കേണ്ട. കൈ എന്ത് ചെയ്യാൽ മതി? പൊക്കിയാൽ മതി. എന്ത് ചെയ്യും? അവർ വെള്ളമൊക്കെ കൊണ്ടുവന്നായിരുന്നു. പേടിക്കൊന്നും വേണ്ട. ചോദ്യം ചോദിച്ചാൽ എന്നാ ചെയ്യണം? ചോദ്യം ചോദിച്ചാൽ എന്ത് ചെയ്യണം? എന്നാ മോനെ മക്കളെ പറഞ്ഞേ? ചോദ്യം ചോദിച്ചാൽ ചോദ്യം ചോദിച്ചാൽ ഉടനെ ഉത്തരം കിട്ടും. അത്രേ ഉള്ളൂ. ഉത്തരം പറയാൻ താമസം എന്ത് ചെയ്യും? 4.5 മണിക്കുള്ള ആരാധന എന്ത് ചെയ്യും? 5:30, 6 വരെയൊക്കെ എന്ത് ചെയ്യും? പോകും. അങ്ങനെ കുഴപ്പമുണ്ട്. അതുകൊണ്ട് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും എന്ത് ചെയ്തേക്കുക? ഉത്തരം ഉടൻ തന്നെ പറയാം. ഓക്കെ, തെറ്റും ശരിയും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഉത്തരം കിട്ടിയാൽ മതി. ഓക്കെ. ചോദ്യം ഇതാണ്, നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? കൈവക്കിക്ക്. ദൈവത്തെ സ്നേഹിക്കുന്നവർ കൈവക്കിക്ക്. പ്രൈസ് ലോർഡ്. എല്ലാവരും കൈവക്കിയിരുന്നു. കൈതാക്കില്ല. നിങ്ങളെല്ലാവരും ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടല്ലേ? ഓക്കെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 15-ാം വാക്യം വായിച്ചേ. ദിവസം തക്കനടുത്ത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 15-ാം വാക്യം. ആദ്യം എടുത്തവർക്ക് വാദ്യം വായിക്കും. ഇവിടെ നിന്ന് വായിച്ച മക്കളെ, ആൺകുട്ടികൾ 14-15. 14-15. ഒന്നുകൂടെ വായിച്ചേ. ഓക്കെ, ഇരുന്നോ. വാക്യം എന്നതാ? നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. കാത്തുകൊള്ളുക പറഞ്ഞാൽ അനുസരിക്കുമെന്നാണ്. കാത്തുകൊള്ളുക പറഞ്ഞാൽ അനുസരിക്കും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളൂ, അല്ലെങ്കിൽ അനുസരിക്കും അല്ലേ? നിങ്ങൾ കുറച്ച് മുമ്പ് എന്താ പറഞ്ഞ ഉത്തരം? ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം ദൈവത്തെ സ്നേഹിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ എന്ത് ചെയ്യും? കൽപ്പനകളെ കാത്തുകൊള്ളും, അല്ലെങ്കിൽ കൽപ്പനകളെ അനുസരിക്കും. കൽപ്പനകളെ അനുസരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആൺകുട്ടികൾ പറഞ്ഞ് കൽപ്പനകളെ അനുസരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇന്നലെ എല്ലാം യാത്ര ചെയ്യാൻ ചെവി ഇങ്ങനെ അടഞ്ഞിരിക്കുക. പറഞ്ഞു ഉറക്കെ പറഞ്ഞാൽ ഏകത്തു പറഞ്ഞു. ഒരുപാട് പറഞ്ഞു. ഇരുന്നിട്ട് പറഞ്ഞത് കൽപ്പനകളെ അനുസരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരാൾ പറഞ്ഞ് ദൈവത്തെ വിശ്വസിക്കണമെന്ന്. പിന്നെ വേറെ ഉത്തരവുണ്ടോ?
അത് തന്നെ. നിങ്ങൾക്ക് ഉത്തരവുണ്ടോ? ആ, കൽപ്പന അറിയണോ? വ്യത്യാസം അറിയാമോ? അനുസരിക്കേണ്ട കൽപ്പനകൾ ഏതാണെന്ന് അറിയത്തില്ല, അനുസരിക്കാൻ പറ്റത്തില്ല അല്ലേ? ആ, നിങ്ങളെക്കാളും കുറെ കൂടെ അഡ്വാൻസാണ്. ഓക്കെ ഓക്കെ, പിടിക്കുക. കൽപ്പനകൾ അനുസരിക്കണമെങ്കിൽ അനുസരിക്കേണ്ട കൽപ്പനകൾ ഏതാണെന്ന് അറിയണം, അല്ലെങ്കിൽ അത് പഠിക്കണം. ഏത് കൽപ്പനയാണ് അനുസരിക്കേണ്ടതെന്ന് അറിയത്തില്ലെങ്കിൽ എന്ത് ചെയ്യത്തില്ല, അനുസരിക്കാൻ പറ്റത്തില്ല അല്ലേ? നമ്മൾ ബൈക്കിന് പോകുന്ന ബൈക്ക് ഓടിക്കുന്ന പിള്ളേർ അല്ലേ, ബൈക്ക് ഓടിക്കുന്നു അല്ലേ, നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കേണ്ടത് എന്താ? ട്രാഫിക് റൂൾസ് എന്ത് ചെയ്യണം? നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ? വാഹനം ഓടിക്കേണ്ട, റോഡിൽ കൂടെ വാഹനം ഓടിക്കേണ്ട നിയമങ്ങൾ അറിയത്തില്ല, എന്ത് ചെയ്യത്തില്ല? നിയമം ധരിച്ചാൽ എന്തായിരിക്കും? ശിക്ഷയാണ് അല്ലേ? അപ്പോൾ അത് പഠിച്ചിരിക്കണം. എന്ന് പറഞ്ഞ പോലെ ഏതാണോ അനുസരിക്കേണ്ടത് ആ കൽപ്പന എന്ത് ചെയ്യണം? നമ്മളും അറിഞ്ഞിരിക്കണം. കൽപ്പനകൾ എത്ര ഉണ്ട്? 10 ആണോ? ഉറപ്പ്? കൽപ്പന എത്ര മക്കളെ? 10 കൽപ്പന. 10 കൽപ്പന അറിയാവുന്നൊരു കൈവയ്ക്കുക. 10 കൽപ്പന അറിയാം എനിക്ക്. ഓക്കെ, ഏതാ? നിങ്ങൾക്ക് ഉറപ്പുണ്ടായിരിക്കും ഞാനത് ചോദിക്കുന്നില്ല അല്ലേ? ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റത്തില്ല, തിരുമേനുമല്ലേ ചോദിക്കും ചിലപ്പോൾ. ഓക്കെ ഓക്കെ, 10 കൽപ്പനകൾ. ഇന്നിവിടെ 10 കൽപ്പന വായിച്ചോ പള്ളി ആരാധനയിൽ? വായിച്ചോ? ഒന്നുകൂടെ ഓർത്ത് നോക്കി. ആദ്യം തൊട്ട് പള്ളി ആരാധനയിൽ 10 കൽപ്പന വായിച്ചായിരുന്നോ ഇന്ന്? ഇല്ല. പിള്ളേർ പറയുന്നില്ലെന്ന് നിങ്ങൾ പറഞ്ഞു. വായിച്ചോ? ഇല്ല. ഓക്കെ, കൽപ്പനകൾ വായിക്കാതെ CSIയിൽ ഒരു കമ്മ്യൂണിയൻ സർവീസ് ഉണ്ടോ? അറിയാമോ ആരാധനയെക്കുറിച്ച്? കൽപ്പനകൾ വായിക്കാതെ എന്തില്ല? CSIയിൽ ഒരു കമ്മ്യൂണിയൻ സർവീസ് ഇല്ല. അതറിയാമോ? അറിയത്തില്ലെങ്കിൽ അങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് എന്താണ് വായിച്ചത്? പുറത്തെ അതെന്നതാ അത്? ഓക്കെ, എത്ര കൽപ്പനയില്ല? ഓക്കെ, 10 കൽപ്പനയല്ല, ഒരു കൽപ്പന ഞാൻ ഇടയ്ക്കിരിക്കുന്നതാണ്, ഇന്ന് വായിച്ചതെന്നാണ് കൊച്ചു പറഞ്ഞത്. ശരിയാണോ? ശരിയാണോ? ബാക്കിയുള്ളവരെന്നെ പറയുന്നത്? ഓക്കെ, അവൻ പറഞ്ഞത് ശരിയാണ്. ഒരു കൽപ്പനയല്ല, 2 എണ്ണം പറഞ്ഞിട്ടാണ് പറഞ്ഞത്. ഈ 2 കൽപ്പനകളിൽ സകലനായ പ്രമാണം പ്രവാചകൻ പറയുന്നത്. അതിനെക്കുറിച്ചൊരു കമൻറ്റ് ഇങ്ങനെയാണ്: നമ്മൾ കൽപ്പന CSIക്കാർ കൽപ്പന ചുരുക്കം വായിച്ച് കൽപ്പന ആർക്കും എന്ത് ചെയ്യത്തില്ല, അറിയത്തില്ല. കൽപ്പനയുടെ ചുരുക്കം വായിച്ച് 10 കൽപ്പന ഏതാന്ന് CSIക്കാർക്ക് അറിയത്തില്ലാതെ പോയിരിക്കുന്നു. പുത്തൻ തലമുറയ്ക്ക് കൽപ്പന ഏതാന്ന് ചോദിച്ചാൽ അറിയത്തില്ല. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്? അപ്പനമ്മയോടും തട്ടിക്കയറുന്നത്, മറ്റ് സഭകളിൽ പോകുന്നത്, മീൻസ് മറ്റ് ആരാധനകളിൽ പോകുന്നത്, പിന്നെ മോഷ്ടിക്കുന്നത്, നുണ പറയുന്നത് എന്നുവേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അവർക്കറിയത്തില്ല അത് അനുസരിക്കേണ്ടതാണെന്ന്, അല്ലെങ്കിൽ ചെയ്യരുതാണെന്ന് അറിയത്തില്ല. കാരണം എന്താ? അത് പള്ളിയിൽ ചുരുക്കം മാത്രമേ വായിക്കുന്നുള്ളൂ. 10 കൽപ്പന എന്ത് ചെയ്യുന്നില്ല, വായിക്കുന്നില്ല. അതെ, നമ്മുടെ ഇവിടുത്തെ പള്ളിയിൽ എങ്ങനെയാണെന്ന് അച്ഛനോട് ചോദിച്ചില്ല. ഓക്കെ, എന്നാലും അത് വളരെ പ്രധാനപ്പെട്ട ഒന്നെങ്കിൽ 10 കൽപ്പന, അല്ലെങ്കിൽ കൽപ്പനകളുടെ ചുരുക്കം. അത് വായിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? അത് വായിച്ചിട്ടാണ് തുടർന്ന് ആരാധന പോകുന്നത്. അത് മറ്റൊരു വിഷയമായതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാനിപ്പോൾ അത്രയും പറഞ്ഞ് നിർത്തുകയാണ്. ഓക്കെ, ഈ 2 കൽപ്പനകളിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? മോനെന്ന് പറഞ്ഞ്, മോൻ അറിയാവുന്ന പോലെ എന്ന് പറഞ്ഞ് അതൊന്ന് പറഞ്ഞാൽ ഇരുന്നിട്ട് പറഞ്ഞാലും മതി, കുഴപ്പമില്ല. ഓക്കെ, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണാത്മാവോടും കൂടെ സ്നേഹിക്കേണ്ടതാണ്. പിന്നെ നിന്റെ കൂട്ടുകാരൻ നിന്നെ പോലെ സ്നേഹിക്കണം. ഈ 2 കൽപ്പനയിൽ സകലനാത്മപ്രമാണവും ഇതിൽ വലുതായിട്ട് വേറൊരു കൽപ്പനയുമില്ല. ഈ 2 കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. ഈ 2 കൽപ്പനകളിൽ എന്തെല്ലാം അടങ്ങിയിട്ടുണ്ട്? സകല ന്യായപ്രമാണവും. ന്യായപ്രമാണം ഏതാ? പറഞ്ഞോ, ശരിയാ പറഞ്ഞു. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം അല്ലേ? ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം. 5 പുസ്തകങ്ങൾ, മോശയുടെ പഞ്ചഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ മോശയുടെ 5 പുസ്തകങ്ങൾ. അതാണ് ന്യായപ്രമാണം. ഈ കൽപ്പനയിൽ എന്തടങ്ങിയിട്ടുണ്ട്? ഈ 5 പുസ്തകവും അടങ്ങിയിട്ടുണ്ട്. പിന്നെ എന്താ? പ്രവാചകന്മാർ. 2-3 പ്രവാചകന്മാരുടെ പേര് പറഞ്ഞ മക്കളെ. 2-3 പ്രവാചകന്മാരുടെ പേര് അവരൊക്കെ പറയുന്നേ. നമ്മളൊന്നും ആണുങ്ങളല്ലേ ഇത്? പറ. യെശയ്യാവ്, പിന്നെ യെരമ്യാവ്, ഉറക്കാരൊക്കെ പറഞ്ഞു. ഞാൻ നിങ്ങളുടെ
മാതാപിതാക്കന്മാരും ജ്ഞാനപാതക്കന്മാരും എല്ലാം കൂടെ ആകാംക്ഷയോടെ നോക്കിയിരിക്കുക നിങ്ങൾ എന്നാ പറയുന്നതല്ലേ. അവർ കോളർ വലിച്ചിട്ടിട്ട് പോകണോ അതോ മുണ്ടിട്ട് പോകണോ എന്ന് പറഞ്ഞാൽ അവരൊക്കെ ഇരിക്കുകയാണ്. പറഞ്ഞേ. യെശയ്യാവ്, യെരമ്യാവ്, എസെക്കിയേൽ, യോവേൽ, ആമോസ് അല്ലേ, ഇഷ്ടംപോലെ പ്രവാചകന്മാർ. അപ്പോൾ ഈ 2 കൽപ്പന എന്തെല്ലാം അടങ്ങിയിട്ടുണ്ട്? ഒന്ന് ന്യായപ്രമാണം, പിന്നെ പ്രവാചകന്മാരും അടങ്ങിയിരിക്കും അല്ലേ. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഈ കൽപ്പന മുഴുവൻ ഒന്ന് അല്ലെങ്കിൽ 2 കൽപ്പന എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകണമെങ്കിൽ എന്തെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം? ഉൽപ്പത്തി തൊട്ട് ആവർത്തനം വരെയുള്ള പുസ്തകങ്ങളും പ്രവാചകന്മാരുടെ പുസ്തകങ്ങളും വായിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ ഈ 2 കൽപ്പന മുഴുവനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ അല്ലേ. കുറഞ്ഞ പക്ഷം 10 കൽപ്പന മുഴുവനോ അല്ലെങ്കിൽ 2 കൽപ്പന മുഴുവനോ എന്ത് ചെയ്യണം? നിങ്ങൾ പഠിക്കണം അല്ലേ. പഠിച്ചതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ, സ്ഥിരീകരണം അവർക്ക് കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ പുസ്തകങ്ങളെല്ലാം പഠിച്ചിട്ട് ഇപ്പം നിങ്ങൾക്ക് എത്ര വയസ്സാണ്? 14 വയസ്സൊന്ന് കൂട്ടിക്കോ. നിങ്ങൾ എത്ര വയസ്സാവും ഇതെല്ലാം പഠിച്ചിട്ട് ഇവിടെ വരുമ്പോൾ സ്ഥിരീകരണത്തിന്? കുറഞ്ഞൊരു 50-58 വയസ്സ് ആവും അല്ലേ. ഞാൻ പറഞ്ഞത് അത്രയുമാണ് ഇതിൻ്റെ വിപുലത, അതിൻ്റെ ആഴം, വ്യാപ്തി എന്ന് പറയുന്ന അത്രയും വലുതാണ്. നമ്മൾ പറയുന്ന പോലെ, ചുരുക്കി പറയുന്ന പോലെ ഈ 2 കൽപ്പന ആയിട്ട് കർത്താവ് പറഞ്ഞപ്പോൾ അതിനകത്ത് എന്തെല്ലാം അടങ്ങിയിരിക്കുന്നതും കൂടെ കർത്താവ് ചേർത്ത് പറഞ്ഞു അല്ലേ. 10 കൽപ്പന നമ്മൾ ചുരുക്കി വായിക്കുമ്പോൾ അച്ഛന്മാർ, തിരുമേനി ഉൾപ്പെടെ ചുരുക്കി വായിച്ചിട്ട് ഓടിപ്പോകാനായിട്ട് ശ്രമിക്കുമ്പോൾ അതിൻ്റെ അകത്ത് അന്തർലീനമായിരിക്കുന്ന 10 കൽപ്പന മുഴുവൻ വായിക്കുന്നതിനേക്കാൾ അർത്ഥമാണ്. അത് വായിച്ചിട്ട് ഉടനെ ഗായകസംഘം എന്നാ പറയുന്നു? ഗായകസംഘം എന്നാ പറയുന്നത്? ഇന്ന് അവരെന്നാ പറഞ്ഞേ? ഇന്ന് അവരെന്നാ പറഞ്ഞു? കൽപ്പന ചുരുക്കം വായിച്ചു കഴിഞ്ഞപ്പോൾ ഗായകസംഘം എന്നാ പറഞ്ഞു? അല്ല നിങ്ങളെന്നാ പറഞ്ഞു? കർത്താവ് ഞങ്ങളോട് കരുണയുണ്ടായി, ഈ കൽപ്പനയെ കാപ്പാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ വണക്കണം എന്ന് പറഞ്ഞാൽ സഹായിക്കണം അല്ലേ. എത്ര പേര് പറഞ്ഞു? എത്ര പേര് പറഞ്ഞു കാണും? അതിൽ ഗായസംഘം പറഞ്ഞു, കാരണം അവരുടെ രീതിയാണ് അല്ലേ. അവർ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞോ? ഓക്കെ. അത് പറയാതെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അത് പറയാതെ അടുത്തതിലേക്ക് പോകത്തില്ല, ആരാധന അടുത്തേക്ക് പോകത്തില്ല. അതാണ് അതിൻ്റെ ഒരു വേറൊരു പ്രത്യേകത. അത് കൽപ്പനകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഈ കൽപ്പനകൾ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് വേദപുസ്തകം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. അത് ഏറ്റവും പ്രധാനപ്പെട്ടതായതുകൊണ്ട് കർത്താവ് എന്നാ ചെയ്തു? ദൈവം എന്നാ ചെയ്തു? അതെവിടെ എഴുതി കൊടുത്തു? കല്ലിൽ എഴുതി കൊടുത്തു അല്ലേ. കല്ലിൽ 2 കൽപ്പനകളിൽ എന്ത് ചെയ്തു? ഈ കൽപ്പന എഴുതി കൊടുത്തു. കല്ലിൽ എഴുതി കൊടുത്ത് എന്തിനായിരിക്കും ആശയം? മറന്നു പോകരുത് അല്ലേ. മാഞ്ഞു പോകരുത്, മറന്നു പോകരുത്. ഇപ്പം പറയുന്ന കാര്യം ഇപ്പം നമുക്കറിയാം, പക്ഷേ ഒരു 50 വർഷം കഴിയുമ്പോൾ എന്ത് ചെയ്യില്ല നമുക്കറിയത്തില്ല അല്ലേ. അപ്പോൾ അന്ന് വേറെ തലമുറയാണ് വരുന്നത്. അപ്പോൾ അവരും മനസ്സിലാകും. തലമുറയായിട്ട് ജനങ്ങൾ ഓർത്തിരിക്കണം, അതനുസരിക്കണം എന്ന് ദൈവത്തിന് വളരെ നിർബന്ധമുണ്ടായിരുന്നതുകൊണ്ട് എന്ത് ചെയ്തു? കൽപ്പനകൾ എന്ത് ചെയ്യുന്നു? കൽപ്പലകയിൽ എഴുതി കൊടുത്തു ഇസ്രായേൽ മക്കൾക്ക്. എന്നിട്ട് അതിനെക്കുറിച്ചുള്ള വ്യാഖ്യാനം മോശയോട് എന്ത് ചെയ്തു? ദൈവം നേരിട്ട് എന്ത് ചെയ്തു? നേരിട്ട് പറഞ്ഞു കൊടുത്തു. അതാണ് പുറപ്പാട് പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 20-ാം അധ്യായം തൊട്ട് 34-ാം അധ്യായം വരെ ഒരു ചെറിയ ഇടവേള ഒഴിച്ചാൽ ബാക്കി ആ സമയം മുഴുവനും ദൈവവും മോശയുമായിട്ടുള്ള സംഭാഷണങ്ങളാണെന്ന് കാണാൻ സാധിക്കും. കൽപ്പനകളെക്കുറിച്ച്, ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെക്കുറിച്ച് A-Z കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? അതിനകത്ത് ദൈവം മോശയോട് വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ്. കൽപ്പന വ്യാഖ്യാനിക്കുന്ന ഭാഗമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് പ്രത്യേകമൊക്കെ കാണുവാൻ സാധിക്കും. ഒരു മനുഷ്യൻ അടുത്തൊരു മനുഷ്യനോട് എന്ത് ചെയ്യണം? ഒരു അയൽക്കാരൻ അടുത്ത അയൽക്കാരനോട് എങ്ങനെയായിരിക്കണം? ഒരു അപ്പൻ മകനോട് എങ്ങനെ ആയിരിക്കണം? അതുപോലെ എല്ലാ ബന്ധങ്ങളും, ചുരുക്കം പറഞ്ഞാൽ ശത്രുവിൻ്റെ ചുമടിൻ്റെ അടി കിടക്കുന്ന കഴുതയുടെ വിലാപം പോലും എന്ത് ചെയ്തിരിക്കുന്നു? അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നു. അവനെ കണ്ടാൽ അവനെ ഓർത്ത് ആ കഴുതയെ രക്ഷിക്കാൻ നിനക്ക് മനസ്സില്ലെങ്കിലും മൃഗത്തിൻ്റെ പ്രാണവേദന നീ മനസ്സിലാക്കി എന്ത് ചെയ്യണം? ആ ചുമടിൻ്റെ അടിയിൽ നിന്ന് ആ കഴുതയുടെ ജീവൻ രക്ഷിക്കാൻ നീ സഹായിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. അത്രയുമാണ് ദൈവത്തിൻ്റെ ആ കരുതൽ എന്ന് പറയുന്നത്. അതെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? അതെല്ലാം ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് ആ ഭാഗം നമ്മൾ വായിച്ച് ധ്യാനിച്ച് ഇരിക്കണം. അത് നമ്മുടെ ദൈനംദിന ജീവിതത്തെ എന്ത് ചെയ്യാൻ സാധിക്കും? അതനുസരിച്ച് നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അത് നമ്മുടെ ആ ദൈവത്തെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഇന്ന് ആരാധിക്കുന്നത്. ആ യഹോവയാകുന്ന ദൈവത്തെ തന്നെയാണ് യേശു ക്രിസ്തുവിലൂടെ ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. മനസ്സിലായല്ലോ? യാഗങ്ങൾ, രീതികൾ, ആരാധന രീതികൾ വ്യത്യാസമുണ്ടെങ്കിലും കാതലായ സത്യം ഒന്നു തന്നെ.
ഇന്ന് നമ്മൾ കൊരിന്ത്യ ലേഖനം നമ്മൾ വായിച്ചു കേട്ടു. കൊരിന്ത്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ ഇന്ന് വായിച്ച് അവസാനിപ്പിച്ച വാക്യ പ്രകാരമാണ് പറയുന്നത്, എൻ്റെ ആലയം വിശുദ്ധമാണ്, അല്ലേ? ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമാണ്. നിങ്ങൾ ആരാണെന്ന് പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്. ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമായാൽ നിങ്ങളും എന്ത് ചെയ്യണം? വിശുദ്ധരായിരിക്കണം. അപ്പോൾ വിശുദ്ധിയാണ് ദൈവവുമായുള്ള ബന്ധത്തിൻ്റെ കാതൽ എന്ന് പറയുന്നത്. അതിന് മാനദണ്ഡം എന്ന് പറയുന്നത് വിശുദ്ധിയാണ്. ദൈവസന്നിധിയിൽ ഒരുത്തൻ അടുപ്പാനായിട്ട് അടുത്ത് ചെന്നാൽ അടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, ദൈവം തൻ്റെ പ്രാർത്ഥന കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവന് വേണ്ട ഒന്നാമത്തെ യോഗ്യത എന്ന് പറയുന്നത് ദൈവത്തോട് അനുരൂപപ്പെടുക എന്നുള്ളതാണെങ്കിൽ വിശുദ്ധിയിലേക്ക് വരിക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് പാപിയായ മനുഷ്യരെ വിശുദ്ധീകരിക്കാൻ വേണ്ടി യാഗങ്ങൾ, വഴിപാടുകൾ എന്ത് ചെയ്തിരിക്കുന്നത്? പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കും. ആ യാഗങ്ങൾ യേശുക്രിസ്തുവിലൂടെ എന്തായി തീർന്നു? പുതിയ നിയമ ഇസ്രായേലാകുന്ന എനിക്ക് നിങ്ങൾക്കും വേണ്ടി ഒന്നായി തീർന്നു. എല്ലാവർക്കും വേണ്ടി ആര് യാഗമായി തീർന്നു? യേശു യാഗമായി തീർന്നു. അപ്പോൾ യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ദൈവസന്നിധിയിൽ ചെന്നാൽ നമുക്ക് എന്ത് ചെയ്യും? അതിന് നമ്മുടെ അപേക്ഷകൾ കേൾക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ സാരവും അത് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആരുടെ നാമത്തിൽ പ്രാർത്ഥിക്കണം? യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തോട് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കും. ഓക്കെ. അപ്പോൾ ഇത് നമുക്ക് പ്രാപ്തിപ്പെടുത്തുന്നത് എങ്ങനെ നമ്മൾ ജീവിക്കണം എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നത് എവിടെയാണ്? ഈ വിശുദ്ധ വേദോസത്തിലാണ്. വിശുദ്ധ വേദോസത്തിലാണ്. വേദോസം എന്ത് ചെയ്യണം? എല്ലാ ദിവസവും വായിക്കണം. എല്ലാ ദിവസവും വേദോസം വായിക്കുന്നതിന് കൈവയ്ക്കുക കുട്ടികൾ. എല്ലാ ദിവസവും വേദോസം വായിക്കുന്നതിന് കുട്ടികളെ മാത്രം കൈവയ്ക്കാൻ മതി. ഓക്കെ. ആഴ്ചയിൽ ഒരു 2 ദിവസം വായിക്കുന്നവർ കൈവയ്ക്കുക. 2 ദിവസം വേദോസം വായിക്കും. ഒരു ദിവസം വായിക്കുന്നവർ, ഒരു ദിവസമെങ്കിലും വായിക്കുന്നവർ, 2 ദിവസം വായിക്കുന്നവർ 2 ദിവസം വായിക്കും. 3 ദിവസം വായിക്കുന്നവർ, 4 ദിവസം വായിക്കുന്നവർ, വായിക്കാത്തവർ ആരെങ്കിലും ഉണ്ടോ? വായിക്കുമോ? എല്ലാ ദിവസം വായിക്കും. ഓക്കെ. നമ്മൾ വേദോസം എല്ലാ ദിവസവും എന്ത് ചെയ്യണം? വായിക്കും. എല്ലാ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാർത്ഥന. ഈ കുടുംബ പ്രാർത്ഥന നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കുടുംബ പ്രാർത്ഥന അതെന്നാ പ്രാർത്ഥനയാ? പറഞ്ഞേ, അറിയാന്തര പറഞ്ഞേ. വൈകുന്നേരം വീട്ടിൽ പ്രാർത്ഥിക്കുന്നതാണ്. എല്ലാവരും കൂടെ വീട്ടിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നതാണ് കുടുംബ പ്രാർത്ഥന എന്ന് പറയല്ലേ? രാവിലെയും വൈകുന്നേരം അല്ലേ? ഓക്കെ. രാവിലെ വൈകുന്നേരം പ്രാർത്ഥനയുള്ളവർ നിർവഹിക്കേ. നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല, കുടുംബ പ്രാർത്ഥന പങ്കെടുക്കുന്നത് നിങ്ങൾ ഇല്ല. ഓക്കെ. ഇവിടെ ഉണ്ടോ കുടുംബ പ്രാർത്ഥന? രാവിലെയും വൈകുന്നേരം കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർ? ഓക്കെ. കണ്ടല്ലോ. ആരും കൈപ്പൊക്കിയില്ല കേട്ടോ, പേടിക്കണ്ട. ആരും കൈപ്പൊക്കിയിട്ടില്ല. ഇവരെല്ലാം വേറെ ഏതെങ്കിലും ഇടവയിൽ നിന്ന് വന്നതാണ്. കുറച്ച് പേര് അങ്ങനെ വേറെ ഇടവയിൽ നിന്ന് വന്നവരുണ്ട്. എങ്കിലും കുറച്ച് പേര് ഈ ഇടവയിൽ നിന്ന് കാണാതിരിക്കാൻ തരമില്ല. കാരണം ഇങ്ങനെ അവിടെ നിങ്ങൾ ഓർത്തോണം. ഇനി നിങ്ങൾ തലമുന്നോട്ട് പോയേച്ചത്. ഇനി കൂടുതൽ സാക്ഷ്യമൊന്നും വേണ്ട. ഞാനിവിടുത്തെ മുൻവികാരി എന്നുള്ള സ്വാതന്ത്ര്യത്തോടെ പറയാണ്. ഇനി ഒരു സാക്ഷ്യത്തിൻ്റെ ആവശ്യമില്ല നിങ്ങളെ. ഓക്കെ. ഒരു ആശ്വാസവാക്കും കൂടെ പറയാനുള്ളത്, ഒരുപക്ഷെ ഈ പ്രാർത്ഥനയ്ക്ക് പിള്ളേർ കൂടാത്തതായിരിക്കും. കാരണന്മാർ എന്തുണ്ടായിരിക്കും? പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും അല്ലേ? കയ്യൊന്നും പൊക്കണ്ട. ഓക്കെ, ഉണ്ടായിരിക്കും. പക്ഷേ നമ്മുടെ ആദ്യത്തെ കളരി എന്ന് പറയുന്നത് എവിടെയാണ്? വീടാണ്, ഭവനമാണ്. ക്രിസ്തുവിശ്വാസത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ പഠിക്കേണ്ട ആദ്യത്തെ കളരി എന്ന് പറയുന്നത്, തുടക്കം എന്ന് പറയുന്നത് നമ്മുടെ വീടാണ്. ഗുരുക്കന്മാരെന്ന് പറയുന്നത് മാതാപിതാക്കന്മാരാണ്, പേരൻസാണ്. അവരാണ് അവരെ പഠിപ്പിക്കുന്നത്. കർത്താവിൻ്റെ പ്രാർത്ഥന ചൊല്ലിക്കൊടുക്കുന്നത്, അവർ ദൈവത്തിൻ്റെ മക്കളാണെന്നവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്, പള്ളി പോകണമെന്നവരെ പറഞ്ഞ് പള്ളിയിൽ കൊണ്ടുപോകുന്നത്, ഇതെല്ലാം മാതാപിതാക്കന്മാരാണ് ആദ്യം. അതിനുശേഷമേ സൺഡേ സ്കൂൾ അധ്യാപകർ പോലും വരുന്നത്. അതുകൊണ്ട് ഇന്ന് മുതൽ എല്ലാ കുടുംബക്കാരും എന്ത് ചെയ്യണം? രാവിലെ വൈകുന്നേരം കുടുംബ പ്രാർത്ഥന തുടങ്ങാനായിട്ട് തീരുമാനമെടുക്കണം. പ്രത്യേകമായ സമയം എന്ത് ചെയ്യണം? അതിന് വേർതിരിക്കണം. പ്രത്യേകം സമയം വേർതിരിക്കണം. ഇന്ന സമയം പ്രാർത്ഥിക്കുന്ന പറയണം. പിള്ളേർ അവിടെ ഇല്ലെങ്കിൽ ആ സമയം അവരോട് പറയണം, ഇന്ന സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? ആ സമയത്ത് അവിടെ പ്രാർത്ഥിക്കണമെന്ന് പറയണം. കുടുംബ പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിന്, ദൈവിക അനുഗ്രഹം നമ്മുടെ മേൽ വരുന്നതിനും, സമൂഹത്തിലും സഭയിലും നല്ല ആൾക്കാർ ഉണ്ടാകുന്നതിന്, നല്ല ചിന്തകളുള്ളവർ വരുന്നതിന് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണമേ എന്ന് കൃത്യമായിട്ട് ഓർപ്പിക്കും. വേദോസം നിങ്ങൾ എല്ലാ ദിവസവും വായിക്കും. പോപ്പ് ഫ്രാൻസിസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ആരാ പോപ്പ് ഫ്രാൻസിസ്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പോപ്പ് ഫ്രാൻസിസ് ആരാ? ആരാ പറയുന്നേ? നിങ്ങൾ ഏതെങ്കിലും പരീക്ഷയ്ക്ക് ചെന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? മാർക്ക് എത്രയായിരിക്കും?
പൂജ്യം പോയിട്ടില്ല, -0 എന്നിടുന്നു എനിക്ക് തോന്നുന്നു കേട്ടോ. ആരാ പോപ്പ് ഫ്രാൻസിസ്? മാർപ്പാപ്പ എന്ന് പറഞ്ഞാൽ ആരാണ്? ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനാണല്ലേ. അദ്ദേഹം ഒരു 2 വർഷം മുമ്പ്, ഏകദേശം 2 വർഷം മുമ്പ് ഒരു പ്രസംഗിച്ചു. യുവജനങ്ങളുമായിരുന്നു പ്രത്യേകിച്ച് അഭിസംബോധന ചെയ്ത് അദ്ദേഹം പ്രസംഗിച്ചാണ്ട് 1.25 കോടിയോളം ജനങ്ങൾ അന്ന് പ്രസംഗം കേട്ടുവെന്നാണ് പറഞ്ഞ സന്ദേശം കേട്ടുവെന്നാണ് അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതാണ് അദ്ദേഹം പറഞ്ഞു, എല്ലാ ദിവസവും നിങ്ങൾ ദൈവത്തിൻ്റെ വചനം എന്ത് ചെയ്യണം? വായിക്കണം. ഒരു ദിവസം ഒരു 3 മിനിറ്റ് നേരം എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ വചനം നിങ്ങൾ വായിക്കണം. എത്ര തിരക്കാണെന്ന് പറഞ്ഞാലും എന്ത് ചെയ്യണം? വചനം വായിക്കാതെ ഇരിക്കരുത്. അതിനുവേണ്ടി നിങ്ങൾ ചെറിയൊരു പോക്കറ്റ് ബൈബിൾ എന്ത് ചെയ്യണം? നിങ്ങൾ കയ്യിൽ കരുതണം. എപ്പോഴാണോ നിങ്ങൾക്ക് അല്പനേരം ശാന്തമായി നിൽക്കാൻ സമയം കിട്ടുന്നത്, അന്നേരം പോക്കറ്റിൽ നിന്ന് ബൈബിൾ എടുത്ത് എന്ത് ചെയ്യണം? അത് വായിച്ചോ. അല്ല, നിങ്ങളുടെ ചെറിയ ബാഗിൽ എന്ത് ചെയ്യണം? അത് ഒരു ചെറിയ ബൈബിൾ മേടിച്ച് വെക്കണം. ജോലി ചെയ്യുന്ന സമയത്ത്, വിശ്രമിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? അത് വായിക്കണം. കപ്പലെ യാത്ര ചെയ്യുമ്പോൾ, വിമാനത്തെ യാത്ര ചെയ്യുമ്പോൾ, തീവണ്ടി യാത്ര ചെയ്യുമ്പോൾ, ബസ്സേ യാത്ര ചെയ്യുമ്പോൾ, മറ്റു വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? സമയം കിട്ടിയാൽ എന്ത് ചെയ്യണം? അന്നത്തെ വേദഭാഗം എന്ത് ചെയ്യണം? എടുത്ത് വായിക്കണം. 3 മിനിറ്റ് നേരം വായിക്കുക, അല്പസമയം എന്ത് ചെയ്യുക? ധ്യാനിക്കുക. ആ തിരുവചന വായന, വേദപുസ്തക വായന, ദൈവവചന വായന നിങ്ങളെ രൂപാന്തരപ്പെടുത്തും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ ദൈവവചന വായന എന്ത് ചെയ്യും? നിങ്ങളെ രൂപാന്തരപ്പെടുത്തും എന്ന് പറഞ്ഞു. ദൈവവുമായിട്ടുള്ള ബന്ധം, ദൈവത്തിന് എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ അത് പറയുന്നത് എവിടെയാണ്? ഈ ദൈവവചനത്തിലൂടെയാണ്. സർവ്വകാലത്തേക്കുമുള്ള സന്ദേശങ്ങൾ, സർവ്വകാലത്തേക്കും സർവ്വതലമുറയ്ക്കുമുള്ള സന്ദേശങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു? ആധുനിക ലോകത്ത് ദൈവം പ്രവാചകന്മാരിലൂടെ, നൂറ്റാണ്ടുകളിലൂടെ പ്രവാചകന്മാരുടെ എഴുതി നമുക്ക് നമ്മുടെ സ്വന്തം ഭാഷയിൽ തന്നിരിക്കുകയാണ് നമുക്ക് വായിക്കാൻ. ഇത് നമുക്ക് വായിച്ചില്ല, അറിഞ്ഞില്ല, അറിയത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല. എല്ലാവർക്കും വായിക്കാൻ വിദ്യാഭ്യാസം എന്ത് ചെയ്തിരിക്കും? ദൈവം നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാ ദിവസവും വായിക്കണം, പ്രാർത്ഥിക്കണം. ഓക്കെ, നമ്മൾ ഏത് പള്ളിക്കാരാ? ഏത് പള്ളിക്കാരാ? CSI എന്ന് പറഞ്ഞാൽ എന്താ? ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ. ഓക്കെ, ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ ആയി, അല്ലെ CSI സഭയും മറ്റ് സഭകളും, മറ്റ് 2-3 സഭയുടെ പേര് പറഞ്ഞേ. CSI അല്ലാത്ത കുറച്ച് സഭകളുടെ പേര് പറഞ്ഞേ, നിങ്ങൾക്കറിയാവുന്ന. കത്തോലിക്ക, മാർത്തോമ, യാക്കോബ, ഓർത്തഡോക്സ്, പെന്തക്കോസ്, കുറച്ചൊക്കെ സഭയുടെ പേരിൽ അറിയാം അല്ലേ. ഓക്കെ, കൊള്ളാം. CSI സഭയും മറ്റ് സഭകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഓക്കെ, ഇവർ പറയുന്ന ഐക്യസഭയാണ്. അപ്പോൾ മറ്റു സഭയോ? മറ്റു സഭ എന്ന സഭയായിരിക്കും? ഐക്യസഭയല്ല. മറ്റു സഭ ഐക്യസഭയല്ല. CSI സഭ ഐക്യസഭയാണ്. മറ്റു സഭകൾ ഐക്യസഭ അല്ല. CSI സഭ ഒന്നായി തീർന്ന സഭയാണ്. മറ്റു സഭകൾ ഒറ്റ സഭകളാണ്. അതാണ് വ്യത്യാസം. ശ്രദ്ധിച്ചാൽ അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. ഒന്നായി തീർന്ന സഭ CSI സഭ. ഒറ്റ സഭകൾ, മറ്റുള്ള സഭകളെല്ലാം ഒറ്റ സഭകളാണ്. ഓക്കെ, ഒന്നായി തീർന്നെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതൊന്നായിരുന്നില്ല, പലതായിരുന്നു, ഒന്നായി തീർന്നു അല്ലേ. അത് ഏതെല്ലാം കൂടെ മെയിനായിട്ട് ഒന്നായി തീർന്ന് നമ്മൾ പഠിക്കുന്നത്? ആൺകുട്ടികളെന്ന് പറഞ്ഞാൽ ഇവർ കുറച്ച് പഠിച്ചിട്ടുണ്ടെന്ന് എനിക്കുണ്ട്. നിങ്ങളാണ് ഉത്തരം. കുറച്ച് പ്രധാനമായിട്ട് എത്ര വിഭാഗമാണ് ചേർന്നത്? 4. ഏതെല്ലാം? ആംഗ്ലിക്കൻ, പ്രെസ്ബിറ്റേറിയൻ, കോൺഗ്രിഗേഷണൽ, മെത്തഡിസ്റ്റ്. ഈ 4 പാരമ്പര്യങ്ങളിലൂടെ എന്ത് ചെയ്തു? ഒരുമിച്ച് ചേർന്നല്ലേ. അപ്പോൾ കോൺഗ്രിഗേഷൻ്റെ പ്രത്യേകത എന്തായിരിക്കും പറയാൻ നിങ്ങൾക്കറിയാമോ? ആംഗ്ലിക്കൻ്റെ പ്രത്യേകത എന്നാ? ഓക്കെ, ഞാൻ തന്നെ പറയാം. ആംഗ്ലിക്കൻ പാരമ്പര്യത്തിലാണ് ബിഷപ്പ്, അച്ഛൻ, ഉദ്ദേശി തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉള്ളത് അല്ലേ. കോൺഗ്രിഗേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ ബിഷപ്പും ഇല്ല, അച്ഛനും ഇല്ല. അവിടെ ലേ ലീഡേഴ്സാണ് ഉള്ളത്, ഡീക്കൻസ് എന്ന് പറയും സാധാരണ. ഓക്കെ, പ്രെസ്ബിറ്റേറിയൻ്റെ അത് അച്ഛന്മാരുണ്ട്, ബിഷപ്പ് അതിൻ്റെ അത് ഇല്ല. അങ്ങനെ ഈ വ്യത്യസ്തമായ മെത്തഡിസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ ചിട്ടപ്പെടുത്തിയാണ് അവരുടെ പോക്ക്. ഈ വ്യത്യസ്തമായ 4 പാരമ്പര്യങ്ങളോട് ഒന്നായി. എന്നാ ഒന്നായി തീർന്നേ? നമ്മുടെ സഭ എന്നാ ഉണ്ടായത്? പറയുന്നേ, വെടിവെട്ടുന്നപോലെ പറയണ്ടേ? ഇല്ല, ഞാൻ ഓർക്കുന്നത് ഈ പിള്ളേരൊന്നും പഠിച്ചിരുന്നവർക്ക് അല്ലേ, അച്ഛൻ വെറുതെ പഠിപ്പിച്ച് മുഴുവൻ എന്തായി തീർന്നു, വെള്ളത്തിൽ പോയ പോലെ അല്ലേ. ഏത് വർഷമാണ്? 1947 അല്ലേ. 1947 നമ്മുടെ സഭ രൂപീകൃതമായത് അല്ലേ. ഓക്കെ, 1947 മദ്രാസിലെ സെൻറ്റ് ജോർജ് കത്തീഡ്രലിൽ വെച്ച് എന്ത് ചെയ്തു? ഈ ഐക്യസഭ പ്രഖ്യാപിക്കപ്പെട്ടു. വ്യത്യസ്തമായ 4 പാരമ്പര്യങ്ങൾ ഒന്നായി തീർന്ന് എന്ത് ചെയ്തു? ഈ സഭ ഒറ്റ സഭയായിട്ട് തീർന്നു.
ഓക്കെ. കേരളത്തിൽ എത്ര മഹാടയുണ്ട്? ആകെ മൊത്തം എത്രയുണ്ട്? 24. 2 കൂടെ വരുന്നുണ്ട്, അതിൻ്റെ പൂർണ്ണമായിട്ട് വരുന്നതേ ഉള്ളൂ. നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. 26 വരാനാണ് സാധ്യത. ഇപ്പോൾ നമ്മൾ 24 എന്ന് പറയുന്നത്. 24. ഓക്കെ. കേരളത്തിൽ എത്രയുണ്ട്? 6. നമ്മുടെ മഹാട ഏത് മഹാടയാണ്? ഈസ്റ്റ് കേരള മഹാട. ഓക്കെ, അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്കറിയാം. സക്രമന്ത് എത്രയുണ്ട്? 2. ഏതെല്ലാം? ജ്ഞാനോ തിരുവത്താഴ്. ഓക്കെ. വിശ്വാസ പ്രമാണം എത്രയാ? 3. എത്ര എണ്ണം നിങ്ങൾ പഠിച്ചു? എത്ര എണ്ണം പഠിച്ചു? 3 പഠിച്ചോ? 2 എണ്ണം അല്ലേ? 2 എണ്ണം ഏതെല്ലാം? അപ്പോസ്തലിക വിശ്വാസ പ്രമാണവും നിക്ക വിശ്വാസ പ്രമാണം. ഓക്കെ. വിശ്വാസ പ്രമാണം എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങനെയൊക്കെ ചുമ്മാ ചോദ്യം ചോദിക്കുക. തിരുമേനി നിങ്ങളെന്ന് വെറുതെ വിടും അല്ലേ? ഒരാൾ നമ്മൾ ചോദിക്കും, നീ എന്താ നീ എന്താണ് വിശ്വസിക്കുന്നത് ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? അവർ പറയാണ്, നമ്മൾ പറയുകയാണ് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു, സർവ്വശക്തനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവർ തന്നെ പറയും ഞങ്ങൾ ദൈവത്തിലാണ് വിശ്വസിക്കുന്നത് അല്ലേ? അപ്പം നമ്മൾ എന്താണോ വിശ്വസിക്കുന്നതെന്ന് പ്രസ്താവിക്കുന്നതാണ്, അത് ഒരു രേഖപ്പെടുത്തിയിരിക്കുകയാണ്, ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ചില വാക്കുകളിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്നതാണ് വിശ്വാസ പ്രമാണം എന്ന് പറയാം അല്ലേ? നമുക്കറിയാം. അത് നമ്മൾ എന്ത് ചെയ്യണം? അത് നിശ്ചയമായിട്ട് എന്ത് ചെയ്യണം? ഒരു ദൈവ പൈതൽ നിശ്ചയമായി പഠിച്ചു എന്താണ് അവൻ വിശ്വസിക്കുന്നതെന്ന്, അതിൻ്റെ അർത്ഥം, വ്യാപ്തി എല്ലാം എന്ത് ചെയ്യണം? അത് ഉണ്ടാകും. എന്തിനു വേണ്ടി ആയിരിക്കണം അങ്ങനെയുള്ള വിശ്വാസ പ്രമാണം ഉണ്ടായത്? വിശ്വാസ പ്രമാണം ഉണ്ടാകേണ്ട കാര്യം എന്തായിരുന്നു അറിയാമോ? ആദിമ കാലഘട്ടങ്ങളിൽ വിശ്വാസത്തെക്കുറിച്ച് തർക്കങ്ങൾ, സ്കിസം എന്ന് പറയും, ദുരുപദേശങ്ങൾ ഉണ്ടായി സഭയിൽ. ദുരുപദേശങ്ങൾ ഉണ്ടായപ്പോൾ ദുരുപദേശത്തെ മറികടക്കാൻ, അതിനെ അതിജീവിച്ച് സഭയെ ഒന്നിച്ചു നിർത്താൻ വേണ്ടി സഭാപിതാക്കന്മാർ വളരെ പ്രാർത്ഥനാപൂർവ്വം ആലോചിച്ച് രൂപപ്പെടുത്തിയ, ചിട്ടപ്പെടുത്തിയ പ്രമാണങ്ങളാണ് എന്ത്? അനുസരിക്കേണ്ട പ്രമാണങ്ങൾ എന്ന് ചിട്ടപ്പെടുത്തിയതാണിത് അപ്പോസ്തലിക വിശ്വാസ പ്രമാണവും നിക്ക വിശ്വാസ പ്രമാണവും. അപ്പോസ്തലന്മാരുടെ കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്ന പദങ്ങൾ ചേർത്ത്, വിശ്വാസ വചനങ്ങൾ ചേർത്ത് രൂപപ്പെടുത്തിയാണ് അപ്പോസ്തലിക വിശ്വാസ പ്രമാണം എന്ന് പറയുന്ന ചെറിയ വിശ്വാസ പ്രമാണവും. നിക്കയിൽ വെച്ച് സഭാപിതാക്കന്മാർ രൂപപ്പെടുത്തിയ വിശ്വാസ പ്രമാണം അന്ന് ആ കാലഘട്ടങ്ങളിൽ ത്രിയേക ദൈവത്തെക്കുറിച്ചുള്ള ദുരുപദേശം വർദ്ധിച്ചു വന്നതിനാൽ ത്രിയേക ദൈവത്തിലുള്ള വിശ്വാസം, തൃത്വദൈവത്തെ ഉള്ള വിശ്വാസം ഉറപ്പിക്കാൻ വേണ്ടി, വിശ്വാസത്തെ അങ്ങനെ പഠിപ്പിക്കാൻ വേണ്ടി സഭാപിതാക്കന്മാർ രൂപീകരിച്ചാണ് ഇത് നിക്ക വിശ്വാസം. നിക്കയിൽ വെച്ചാണ് അത് ഉണ്ടായത്. നിക്ക സുന്നകദോസ് എന്ന് പറയും. അവിടെ വെച്ചാണ് അത് ഉണ്ടായത്. അത് നിക്ക വിശ്വാസ പ്രമാണമെന്നും പറയും. ഓക്കെ. മുറകൾ എത്രയാണ് മക്കളെ? മുറകൾ 2 എണ്ണം. ആരോടെല്ലാം നമുക്ക് മുറയുണ്ട്? ദൈവത്തോടും പിന്നെ കൂട്ടുകാരോടും നമുക്ക് മുറയുണ്ട്. ഓക്കെ. നിങ്ങൾ കാര്യങ്ങളെല്ലാം പഠിച്ചുകൊണ്ട് വളരെ നന്ദിയുണ്ട്. നിങ്ങൾ ആ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യണം? ഓർക്കുക, പഠിക്കുക, ചെയ്യുക. കുറേ കഴിയുമ്പോൾ നിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അത് നിങ്ങൾ ചിലത് പ്രതിജ്ഞ എടുക്കുകയാണ്, നിങ്ങൾ ചിലത് ഉപേക്ഷിക്കുകയാണ്, ചിലത് സ്വീകരിക്കുകയാണ്, ചിലത് ദൈവസഹായത്താൽ അങ്ങനെ ചെയ്യുന്നു എന്ന് പറയുന്നത്, ചിലത് നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്നു, ചിലത് നിങ്ങൾ പ്രതിജ്ഞ ചെയ്തുകൊണ്ട് പോകുന്നു എന്ന് പറയുന്ന കാര്യങ്ങളാണ്. അതെല്ലാം ശ്രദ്ധയോടെ കേട്ടിട്ട് ഉത്തരം അതിനെന്താണെന്ന് അന്നേരം തന്നെ പറയും. എന്ത് ചെയ്യണം? ആ കാര്യങ്ങൾ പറയണം എന്ന് ഓർമ്മിക്കും. നിങ്ങളോട് ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് തിരികെ വരട്ടെ. ദൈവത്തെ നിങ്ങൾ എന്ത് ചെയ്യുന്നെന്നാണ് പറഞ്ഞ്? സ്നേഹിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്ന നിങ്ങൾ എന്ത് ചെയ്യണം? കൽപ്പനകൾ എന്ത് ചെയ്യണം? അനുസരിക്കണം അല്ലേ? അവിടെ കൽപ്പന അനുസരിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. വാക്യം എന്താ പറഞ്ഞേ? നിങ്ങളെന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നതിൻ്റെ തെളിവെന്താണ്? കൽപ്പനകളുടെ അനുസരണം. കാക്കുന്ന അനുസരണം, കൽപ്പനകളുടെ അനുസരണമാണ് ദൈവത്തെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ്. ഓക്കെ. കൽപ്പനകൾ എല്ലാ ദിവസവും നമ്മൾ എന്ത് ചെയ്യണം? അത് വായിക്കണം അല്ലേ? പള്ളികളിൽ 1-ാം ഞായറാഴ്ചയെങ്കിലും എന്ത് ചെയ്യണം? കൽപ്പനകൾ മുഴുവൻ വായിക്കുന്നത് നമ്മുടെ കൽപ്പനയെക്കുറിച്ച് ഓർമ്മ വരാൻ വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലേ? ഒരു ഉദാഹരണം കൂടെ പറഞ്ഞ് നിർത്തട്ടെ. നമ്മുടെ സ്ഥിരീകരണം കഴിഞ്ഞ് പോയൊരു കൊച്ച്, ഇവിടുത്തെ കൊച്ചല്ല കേട്ടോ, ഒരു കൊച്ച് മോഷണ കേസിൽ അവനെ പോലീസ് അറസ്റ്റ് ചെയ്യും. എന്തായിരിക്കും കാരണം? എന്തായിരിക്കും കാരണം? സ്ഥിരീകരണം കഴിഞ്ഞ് പോയ കൊച്ച് പിന്നെ പോയി അവനെ പുറത്തോട്ട് പോയി ജീവിക്കുക. കുറേ നാൾ കഴിഞ്ഞപ്പോൾ അവനെ പോലീസ് അറസ്റ്റ് ചെയ്തു മോഷണക്കുറ്റത്തിന്. എന്തായിരിക്കും കാരണം? അതെ, കൽപ്പന. ഏത് കൽപ്പനയാണ്? ആ കൊച്ചെങ്ങനെ അതറിയാഞ്ഞിട്ട് പിന്നെ എന്താ പോയേ? അങ്ങനെ നിങ്ങളുടെ ഒരു ഉത്തരം പറഞ്ഞേ, നിങ്ങളുടേതായിട്ടൊരു ഉത്തരം പറഞ്ഞേ. കിട്ടിയില്ല. ആ കൽപ്പന പഠിപ്പിച്ച ആ കൊച്ചു പോയില്ല. ആ കൽപ്പന കൊച്ചിനെ അറിയത്തില്ല. ഏത് കൽപ്പന? മോഷ്ടിക്കരുതെന്നുള്ള ആ കൽപ്പന കൊച്ചിനെ അറിയത്തില്ല. അതുകൊണ്ട് കൊച്ചിനെ എന്ത് ചെയ്തു?
പോയി ഇതാനെടുത്ത് മോഷണമെന്ന് അറിയത്തില്ലായിരുന്നു, പോലീസ് അറസ്റ്റ് ചെയ്തു അല്ലേ? അറിഞ്ഞിരിക്കണം. നമ്മൾ കൽപ്പന എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. നിങ്ങൾ വീട്ടിൽ നിങ്ങളുടെ പപ്പായോടും മമ്മിയോടും ചാച്ചനോടും അമ്മച്ചോടൊക്കെ വഴക്കുണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ്? തിരികെ കഴിഞ്ഞ പിള്ളേർ വഴക്കുണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ്? രണ്ടാമത്തെ കൽപ്പന എത്രാമത്തെ കൽപ്പനയാണ്? അപ്പനെ അമ്മയും ബഹുമാനിക്കുന്ന കൽപ്പന എത്രാമത്തെയാ? 5-ാം കൽപ്പന പഠിപ്പിച്ചോ ആരും എന്ത് ചെയ്തില്ല? പോയില്ലായിരുന്നു, അവർക്ക് അറിയത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? വീട്ടിൽ ചെന്ന് അവരോട് വഴക്കം. ബഹുമാനം എന്ന് പറയുന്നത് ലവലാശമില്ല അല്ലേ? അപ്പനെ അമ്മയും ബഹുമാനിക്കാന്ന് പറഞ്ഞാൽ പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞു എനിക്കിപ്പോൾ നേരമില്ലെന്ന് പറയുന്നു. എന്താ സ്ത്രീനെ കഴിഞ്ഞ പിള്ളേർ അങ്ങനെ പറയണമെങ്കിൽ കാരണം എന്തായിരിക്കും? 1-ാം കൽപ്പന പഠിപ്പിച്ചോ എന്ത് ചെയ്യുക? അവർ പോയില്ല. എല്ലാ കൽപ്പനകളും എന്താണ്? വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന് പഠിച്ചാൽ, ഒന്ന് മനസ്സിലാക്കിയാൽ അതനുസരിച്ച് ജീവിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അല്ലേ? പള്ളിയിൽ വന്ന് കൽപ്പന വായിച്ചതിന് ശേഷം പാപം ഏറ്റുപറച്ചിലുണ്ടല്ലേ? പാപം ഏറ്റുപറച്ച് പറയുമ്പോൾ എങ്ങനെയാണ് പാപം ഏറ്റു പറയേണ്ടത്? അതാണ് കൽപ്പന വായിക്കുന്നതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. കൽപ്പന ഇവിടെ വായിച്ചു കഴിയുമ്പോൾ ഉടനെ എന്താണ്? പാപം ഏറ്റുപറച്ചിലാണ് പിന്നത്തെ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത്. എന്ത് പാപവും ആ കൽപ്പന വായിച്ചതിന് ശേഷം നമ്മൾ ഏറ്റു പറയുന്നത് അറിയാമോ? നിങ്ങളങ്ങനെ ശ്രദ്ധിക്കാറുണ്ടോ? ഇന്ന് ചുരുക്കം വായിച്ചിട്ട് നിങ്ങൾ എന്തേലും പറഞ്ഞോ? കൽപ്പനയുടെ ചുരുക്കം വായിച്ചിട്ട് നിങ്ങൾ എന്തേലും പാപം ഏറ്റു പറഞ്ഞോ? കുറച്ച് നാൾ മുമ്പ് ഞാനൊരു ആരാധന ഇതുപോലെ ആളുകളൊരു ആരാധന ചോദിച്ചു, നിങ്ങളിത് പാപം പാപം വെറ്റ് പറച്ചിലുണ്ടോ എന്ന് ചോദിച്ചു. കുറേ ആൾക്കാർ പറഞ്ഞു ഇല്ലെന്ന് പറഞ്ഞു, ഉറപ്പിച്ച് പറഞ്ഞു ജനങ്ങൾ. കുറച്ച് പേര് പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, തർക്കത്തിന് പോയില്ല. ഇന്ന് ആ പ്രാർത്ഥന ഉണ്ടായിരുന്നു ചോദിച്ചു. കുറേ പേര് പറഞ്ഞു ഉണ്ടായിരുന്നു പറഞ്ഞു, കുറേ പേരില്ലായിരുന്നു പറഞ്ഞു. പിന്നെ ഞാൻ ചോദിച്ചു ഇന്ന് പാപം വെറ്റ് പറഞ്ഞവർ എത്ര പേരുണ്ടെന്ന് ചോദിച്ചു. ഒരാൾ മാത്രം കൈവിട്ടു. പാപം വെറ്റ് പറയാതെ എന്ത് ചെയ്യത്തില്ല? കമ്മ്യൂണിന് വരാൻ പാടില്ല. അസം പറഞ്ഞ് 200 ചില്ലാനും പേര് ആരാൻ സമ്മതിക്കുന്ന ആരാധനയിൽ പാപം വെറ്റ് പറയാതെ ഇരിക്കുന്ന ബാക്കിയുള്ള 199 പേര് അന്ന് ആരാധന എന്ത് ചെയ്യരുത്? കമ്മ്യൂണിന് വരരുത്. എല്ലാവരും വന്നു കൂടി. ഈ പുള്ളി ഒരാൾ മാത്രമല്ല, എല്ലാവരും വന്നു. പക്ഷെ അവരെന്ത് ചെയ്തില്ല? പാപം വെറ്റ് പറഞ്ഞില്ല. അവർ പറഞ്ഞു പാപം വെറ്റ് പറഞ്ഞില്ലെന്ന് പറഞ്ഞു. നമ്മുടെ ആൾക്കാർ ആരാധന സേസക്കാർ ആരാധനയ്ക്ക് എങ്ങനെ വരുന്നു, എവിടെ ഇരിക്കുന്നു, എന്ത് ആലോചിക്കുന്നു, ഒരു പിടിയിൽ. പാപം വെറ്റ് പറയാതെ എന്ത് ചെയ്യരുത്? കമ്മ്യൂണിന് വരരുത്. പാപം വെറ്റ് പറഞ്ഞ അവസരമുണ്ട്. പാപം വെറ്റ് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? നാം പഠിച്ച കൽപ്പനയുടെ അടിസ്ഥാനത്തിലാണ് പാപം വെറ്റ് പറയേണ്ടത്. ഓർത്തോണം, നാം പഠിച്ചിരിക്കുന്ന കൽപ്പനകൾക്കനുസരിച്ചാണ് പാപം വെറ്റ് പറയേണ്ടത്. അതുമായിട്ട് ബന്ധപ്പെടാതെ ഒരു പാപവും ഇല്ല. എല്ലാ കൽപ്പനകളും ലംഘിക്കുന്ന ആൾക്കാരില്ല. അതിലേതെങ്കിലും കൽപ്പന എന്ത് ചെയ്തിരിക്കും? ലംഘിച്ചിരിക്കും. അതുകൊണ്ട് നിങ്ങൾ പഠിക്കേണ്ടത് 10 കൽപ്പന നിങ്ങൾ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും ഇനിയും വായിച്ച് പഠിച്ചുകൊണ്ടിരിക്കും. 2, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ വായിക്കണം. പല ആവർത്തി എന്ത് ചെയ്യണം? വായിക്കണം. അത് കൽപ്പനയുടെ വ്യാഖ്യാനമാണ്. കൽപ്പനയുടെ വ്യാഖ്യാനമാണ്. കല്ലിൽ എഴുതിയ കൽപ്പനയുടെ ആത്മാവിലുള്ള വ്യാഖ്യാനം, അതിൻ്റെ ആഴങ്ങളിലേക്ക് വ്യാഖ്യാനം കൊടുക്കുന്ന അവിടെ പറഞ്ഞിരിക്കുന്നു. പുത്രനായ പിതാവായ ദൈവം കല്ലിൽ എഴുതി കൊടുത്ത കൽപ്പന പുത്രനായ ദൈവം അതിൻ്റെ ആത്മാവിൽ എന്ത് ചെയ്യുന്നു? അക്ഷരത്തിൻ്റെ ആത്മാവിൽ വ്യാഖ്യാനിക്കുക നമുക്ക് കാണാനായിട്ട് സാധിക്കും അവിടെ. പിന്നെ സദൃശവാക്യങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ വായിക്കണം. ഏതല്ല? 10 കൽപ്പന, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിലെ പർവ്വത പ്രസംഗം, സദൃശവാക്യങ്ങൾ. ഇത്രയും എന്ത് ചെയ്യണം? പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ചെറുപ്പത്തിലെ നിങ്ങൾ ഈ പ്രായത്തിൽ വായിച്ച് മനഃപ്പാഠമാക്കണം. അതിൽ എന്ത് ചെയ്യും? അത് നമ്മൾക്ക് നമ്മുടെ ജീവിതം ബേസ് ചെയ്യാൻ സാധിക്കും, അടിസ്ഥാനപ്പെടാനായിട്ട് നമുക്ക് സാധിക്കും. തിരുവചനം നമ്മൾ കൂടെ വായിക്കുമ്പോൾ അത് നമ്മുടെ ദൈനംദിന ജീവിതമായിട്ട് ബന്ധിപ്പിച്ച് എന്ത് ചെയ്യും? ബന്ധിച്ചു പോകും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യുക? വളരെ ശക്തമായിട്ട് എന്ത് ചെയ്യുക? വളരെ സന്തോഷത്തോടെ എന്ത് ചെയ്യുക? വിശുദ്ധ വചനം നമ്മൾ വായിക്കുക, കൽപ്പന വായിക്കുക, പർവ്വത പ്രസംഗം വായിക്കുക, സദൃശവാക്യങ്ങൾ വായിക്കുക, സങ്കീർത്തനങ്ങൾ വായിക്കുക, വചനം മുഴുവനായിട്ട് എന്ത് ചെയ്യുക? വായിച്ച് മനഃപ്പാഠം. അതിലൂടെ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ നല്ലൊരു നമ്മുടെ ചിന്തകളും വിചാരങ്ങളെല്ലാം അതിനോട് ചേർത്ത് വയ്ക്കുമ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതം അതിനനുസരിച്ച് നമുക്ക് ചിട്ടപ്പെടുത്താൻ സാധിക്കും. സമൂഹത്തിലും വീട്ടിലും സഭയിലെല്ലാം എന്തുണ്ടാകും? ശാന്തി സമാധാനം ഉണ്ടാകും, ദൈവഭയം ഉണ്ടാകും എന്നുള്ള യാതൊരു സംശയവുമില്ല. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം നയിപ്പാൻ ദൈവം നിങ്ങളെ പ്രാപ്തിപ്പെടുത്തട്ടെ. അതിനായിട്ട് ദൈവം നമ്മളെ ദിവസം തോറും സഹായിക്കുകയും ചെയ്യുമാറാട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിന് പുത്രനായ ദൈവത്തിന് പരിശുദ്ധാത്മാവായ ദൈവം സകല ബഹുമാനമഹത്വവും കലാവസാനം കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ.